അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് സുജൂദ് എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിസ്സാരമായി നെറ്റി തറയിൽ മുട്ടിക്കുക എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു കാര്യമല്ല. മറിച്ച് ഉന്നതന്മാരായ മഹത്തുക്കളായ മഹാന്മാരായ പ്രവാചകന്മാർക്കും വിശ്വാസികളായ ആളുകൾക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന, അവർക്ക് മാത്രമേ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ആളുകൾ അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, പരമകാരുണികന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്തുകൊണ്ട് വീഴുമെന്ന് പറഞ്ഞാൽ നിലത്തേക്ക് വീഴുമെന്നല്ല. അവർക്ക് ആ പറയുന്ന വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവർ വഴങ്ങുകയും അനുസരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ആശയങ്ങളുടെയും ഈ കൽപ്പനകളുടെയും മഹത്വങ്ങളും അതിന്റെ രാജ്യത്തിനും സമൂഹത്തിനും മാനവരാശിക്കും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ഈ സമൂഹം മനസ്സിലാക്കാതെ പോയതിന്റെ കുറിച്ച് അവർ ആലോചിച്ച് സങ്കടപ്പെടുകയും കരയുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ വിശ്വാസികളും പ്രവാചകന്മാരും ഉന്നതന്മാരായ മഹാന്മാരായ ആളുകളും ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ സുജൂദ് എന്ന് പറയുന്നത്. അത് അഹങ്കരിച്ചു പോവുക എന്നുള്ളതാണ് സുജൂദിന്റെ വിപരീതം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിക്കാതെ, ആജ്ഞകൾക്കനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക എന്നതാണ് അവിശ്വാസികളായ ആളുകൾ ചെയ്യുക. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നു, വഇദാ തുത്ല അലൈഹിം ആയാതുന, നമ്മുടെ വചനങ്ങൾ അവന് ഓതി കേൾപ്പിച്ചാൽ വല്ല മുസ്തക്ബിറൻ, അവൻ അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകും. കഅല്ലം യസ്മഅഹ, അത് കേൾക്കാത്തതുപോലെ. കഅന്ന ഫീ ഉദ്നൈഹി വഖറൻ, അവന്റെ ചെവിയിൽ ഒരു ഓട്ടയുള്ളതുപോലെ. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവന് മഹത്തായ വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷമറിയിക്കുക. അപ്പോ തന്റെ ചെവിയിൽ ഒന്നും കേൾക്കാത്തതുപോലെ അഹങ്കരിച്ചുകൊണ്ട് ദൈവിക വചനങ്ങൾ കേട്ടാൽ അത് കേൾക്കാത്തതുപോലെ, അവർക്ക് ഹദീസ് എന്തെങ്കിലും കേട്ടാൽ അത് വളരെ താല്പര്യമായിരിക്കും. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളോ അതിലെ ആശയങ്ങളോ അതിലെ കൽപ്പനകളോ അവർക്ക് ഓതിക്കൊടുത്താൽ അതിൽ എന്തെങ്കിലും ഇല്ല എന്ന് വരുത്തി തീർക്കാനും അത് പരിപൂർണമല്ല എന്നാക്കി തീർക്കാനുമാണ് നമ്മുടെ സഹോദരങ്ങളായ പുരോഹിതന്മാർ ശ്രമിക്കുന്നത്. ഖുർആനിൽ നിന്നൊന്ന് കിട്ടൂല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം. ഖുർആനിൽ നിന്ന് ഒരു കാര്യം സമ്പൂർണമായും ലഭിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അവര് അപ്പൊ കാണാൻ പിന്തിരിച്ചും പോകണം. ഇന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടൂല എന്നാണ് അവർക്ക് സമർത്ഥിക്കേണ്ടത്. അതായത് വിശുദ്ധ ഖുർആൻ പര്യാപ്തമല്ല ഒന്നിനും എന്ന് വന്ന് കിട്ടിയാൽ നമ്മുടെ പുരോഹിതന്മാർക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക് വളരെ സന്തോഷം. ഇത്ര സന്തോഷം പിന്നെ അവർക്ക് വേറൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അത് കിട്ടിയാലോ, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് തന്നെ അത് സമ്പൂർണമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ എന്ന ഒരു ആശ്വാസവും എന്നൊരു സന്തോഷവും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവർ ഓർക്കുകയല്ല ചെയ്യും. അപ്പൊ ഇതാണ് ദൈവിക വചനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, നമ്മുടെ വചനങ്ങൾ എന്ന് അള്ളാഹു പറയാം. ആ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവരത് കേൾക്കാത്തതുപോലെ. മറ്റൊരു ആയത്തിൽ നോക്കൂ, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതിഹി, നമ്മുടെ വചനങ്ങൾ, തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളെ കൊണ്ട് ഉത്ബോധനം നടത്തപ്പെട്ടിട്ട് ഫഅറള അൻഹ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും വനസിയ മാ ഖദ്ദമത് യദാഹു, അവന്റെ കൈകൾ പ്രവർത്തിച്ചതിനെ അവൻ മറന്നു കളയുകയും ചെയ്തവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതാണ് വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ കൊണ്ട് ഉത്ബോധനം നടത്തപ്പെട്ടിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും തന്റെ കൈകൾ പ്രവർത്തിച്ചതിനെ മറന്നു കളയുകയും ചെയ്ത ആളുകളെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അപ്പൊ അതാണ് അവിശ്വാസികളായ ആളുകൾ, ലാലിമീങ്ങളായ ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. എന്നാൽ വിശ്വാസികളും മഹാന്മാരും പ്രവാചകന്മാരുമായ ആളുകളോ അവക്ക് അനുസരിക്കുകയും അവക്ക് കീഴ്പ്പെടുകയും ആ പറയുന്ന കാര്യങ്ങൾക്ക് അവർ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ആ കാര്യങ്ങൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് തങ്ങളുടെ ജീവിതം അവർ സമർപ്പിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അഹങ്കരിക്കാതെ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ആളുകളായിരിക്കും അവർ എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് കീഴ്പ്പെടുന്ന ആളുകൾക്കാണ്. മറ്റൊരു വചനം കൂടി അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി
വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. തീർച്ചയായും നിന്റെ നാഥന്റെ അടുക്കലുള്ളവർ അവന് വണങ്ങുന്നതിന് അഹങ്കരിക്കുന്നില്ല. അവർ അവനെ പരിശുദ്ധപ്പെടുത്തുകയും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അള്ളാഹുവിന്റെ മഹത്വവും ഔന്നത്യവും ലോകത്ത് സ്ഥാപിക്കുകയും അവന് അനുസരിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് വലഹു യസ്ജുദൂൻ. അവർ അള്ളാഹുവിന് അനുസരിക്കുകയുമാണ്. അതാണ് ഇസ്തിക്ബാറിന്റെ വിപരീതം. അവർ അഹങ്കരിക്കുകയല്ല ചെയ്യുക, സുജൂദ് ചെയ്യുകയാണ് ചെയ്യുക എന്ന് പറയുന്നു. അത് തന്നെയാണ് നാം ആദമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് അവിടെ എല്ലാവരും സുജൂദ് ചെയ്തു. പക്ഷേ അബാവസ്തക്ബറ, അഹങ്കരിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു ഒരു കൂട്ടർ. ശൈത്താനുകളെന്നോ ഇബ്ലീസുകളെന്നോ ഒക്കെ നാം പറയുന്ന ആ വിഭാഗം അഹങ്കരിച്ച് അബാവസ്തക്ബറ, അഹങ്കരിച്ച് വിസമ്മതിച്ച് പിന്തിരിഞ്ഞു പോവുകയാണ് അവർ ചെയ്തത്. അവർ സുജൂദ് ചെയ്യുകയല്ല, അനുസരിക്കുകയല്ല ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആനില് എവിടെ നോക്കിയാലും ഇതേ ആശയം തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എൻ്റെ മാന്യ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ. കുറച്ചൊക്കെ സമയമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു വരുന്നു. അതുകൊണ്ട് മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഈ സുജൂദുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി കേട്ടെങ്കിലേ നിങ്ങൾക്ക് ഈ വിഷയം സമ്പൂർണമായി മനസ്സിലാക്കാനും സംശയം തീർന്ന് ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് അല്പസമയം കൂടി ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ മറിയമിനോട് റുക്കൂ ചെയ്യുന്ന ജനങ്ങളോടൊപ്പം ചേരാനും അവർ അങ്ങനെയായിരിക്കെ, അതായത് റുക്കൂയിലായിരിക്കെ തന്നെ മറിയം ആദ്യം കുനൂത്ത് ചെയ്യാനും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ യാഥാസ്ഥികരായ ആളുകൾ പറഞ്ഞിരുന്ന കുനൂത്ത് ഓതാനെന്നാണ്. പിന്നീട് തല നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാനും പിന്നീട് കുമ്പിടുന്നവരോടൊപ്പം കുമ്പിടാനും കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ വചനം ഒന്ന് നോക്കുക. യാ മറിയമു ഖുനുത്തി ലി റബ്ബിക്കി വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ. മറിയമേ, നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തല കുനിക്കുന്നവരോടൊപ്പം തല കുനിക്കുകയും ചെയ്യുക. പാരമ്പര്യമായിട്ട് എഴുതിയ വ്യാഖ്യാനമാണ്. ഇന്നത്തെ നമസ്കാരത്തിന്റെ രീതി വെച്ച് മറിയമിന് കിട്ടിയ ഈ നിർദ്ദേശം എങ്ങനെയാണ് നടപ്പാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ജനങ്ങൾ കുമ്പിട്ട് നിൽക്കുകയാണ്. ജനങ്ങളിപ്പോ കുമ്പിട്ട് നിൽക്കുകയാണല്ലോ, കാരണം റാക്കേയങ്ങളാണ് ജനങ്ങൾ. അപ്പോഴും മറിയം, ഇപ്പോഴത്തെ നിസ്കാരം നോക്കി നിങ്ങൾ, ഇപ്പോഴത്തെ നമസ്കാരവും ഈ മറിയമ്മനോട് കിട്ടിയ കൽപ്പന മറിയം ഇന്നത്തെ നമസ്കാരം വെച്ച് എങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ മറിയം ആദ്യം വൊളു എടുത്ത് കയറി വന്ന് ഭയഭക്തി കാണിക്കുന്നു. എങ്ങനെ ഭയഭക്തി കാണിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കണ്ണുകൊണ്ടും മുഖം കൊണ്ടൊക്കെ ആ ശബ്ദം കൊണ്ടൊക്കെ ചില ആളുകൾ ഭക്തി അഭിനയിക്കാറില്ല. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ അല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്കിന്റെ ഉള്ളിൽ നിന്ന് ഭക്തി കാണിക്കായിരിക്കും. അങ്ങനെ എങ്ങനെയാ അറിയില്ല. ഏതായാലും ഭയഭക്തി കാണിക്കുന്നു. ഇവരുടെ ഭയഭക്തി കാണിക്കുക, അതാണ് ലുക്കുനത്തി എന്ന് പറഞ്ഞ ഭക്തി കാണിക്കാത്ത. പിന്നീട് നെറ്റി തറയിൽ മുട്ടിച്ചുള്ള സുജൂദ് ചെയ്യുന്നു. അപ്പൊ ഒന്നും എടുത്ത് വന്നു, ആദ്യം ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെ കാട്ടി ഭക്തി കാണിച്ചു, പിന്നെ സുജൂദ് ചെയ്യുന്നു. അതായത് നിലത്ത് തലയൊക്കെ കുത്തി നെറ്റി തറയിലൊക്കെ വെച്ച് നിൽക്കും. പിന്നെ അവിടെ നിന്നും എണീറ്റ് കുമ്പിട്ട് നിൽക്കുന്നവരോടൊപ്പം മറിയം കുമ്പിടുകയും ചെയ്യുന്നു. ഇതാണല്ലോ ഇന്നത്തെ നമസ്കാര രീതിയാണെങ്കിൽ സംഭവിക്കുക. ഒന്നുകൂടി നോക്കുക. പിന്നെ നിങ്ങളൊക്കെ റാക്കേയങ്ങളാണ് എൻ്റെ സഹോദരങ്ങളെ. നിങ്ങൾ റാക്കേയങ്ങൾ, റാക്കേയ എന്ന് പറഞ്ഞാൽ റാക്കേയങ്ങൾ നിങ്ങൾ. ഞാൻ മറിയം, ഞാൻ കയറി വന്നിട്ട് ആദ്യം ഒന്നൊക്കെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ് എപ്പോഴും. ഞാൻ വന്ന് ഭക്തിയൊക്കെ കാണിച്ച് കണ്ണുകൊണ്ടും എന്തൊക്കെ കാണിച്ച് ഞാൻ ഭക്തിയൊക്കെ കാണിച്ച് ഞാൻ സുജൂദിൽ പോയി. അപ്പോഴും നിങ്ങൾ റുക്കോയിലായിരിക്കാണ്, കുമ്പിട്ട് ഇങ്ങനെ നിൽക്കന്നെ. ഞാൻ റുക്കോ എന്ന് അല്ല സുജൂദ് എന്ന് എണീറ്റ് വന്ന് നിങ്ങളോടൊപ്പം റുക്കോ ചെയ്യും. ഇതാണ് ഇപ്പൊ സംഭവിക്കുക ഇന്നത്തെ രൂപത്തിലുള്ള വിശദീകരണങ്ങളാണെങ്കിൽ. ബുദ്ധിയും യുക്തിയും മുമ്പേ നമ്മുടെ സമൂഹം നിരാകരിച്ചതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കാനേ പാടില്ല. അതുകൊണ്ട് അത് നിരാകരിച്ചതുകൊണ്ട് ഇതെങ്ങനെ സാധ്യമാവുമെന്ന് ഇവരോട് ചോദിക്കേണ്ട ആവശ്യമല്ല. ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എന്നാൽ സാമ്പ്രദായിക മതക്കാർക്ക് ആവശ്യമുള്ള രംഗത്തൊക്കെ അവർ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതിന് ഉദാഹരണമായിട്ട് ചില ആളുകൾ പരലോകത്തിന്റെ ആവശ്യകത വിശദീകരിക്കുമ്പോൾ അള്ളാണ് പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ അതിന്റെ ആവശ്യകത ഇങ്ങനെ വർണ്ണിച്ചിട്ട് 1000 ആളെ കൊന്നാലും 100 ആളെ കൊന്നാലും ഒരാളെ കൊന്നാലും ഒരു പ്രാവശ്യം തൂക്കിക്കൊല്ലാനല്ലേ ഉള്ളൂ പറ്റുക. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ നീതി കൊടുക്കണമെങ്കിൽ പരലോകത്തിനെ പറ്റും. അപ്പൊ അവിടെയൊക്കെ യുക്തി അവർക്ക് ഉപയോഗിക്കും. നമ്മളൊന്നും പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു പോസ്റ്റർ കണ്ടു. അതായത് ഒരു കപ്പലിന്റെ ഫോട്ടോ കൊടുത്തിട്ട് തന്റെ എതിരാളികളെ കുറിച്ച്, കോക്കസ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്,
എതിരാളികളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ് മുങ്ങിത്താഴുന്ന കപ്പൽ. അപ്പോ ഒരാശയത്തെയോ ഒരു സംഘടനയെയോ തന്നെ കപ്പൽ എന്ന് പറയാമെന്ന് അവരുടെ ആവശ്യം വരുമ്പോൾ പറയും. ഇപ്പൊ നമ്മളായിട്ട് നോഹ നബിയുടെ കപ്പൽ അതാന്നിട്ട് പറഞ്ഞാൽ അപ്പൊ അവരും പറയും അങ്ങനെയൊന്നും വിശദീകരിക്കാൻ പറ്റില്ല, ബുദ്ധിയും യുക്തിയും ചിന്തയൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല, കപ്പൽ എന്ന് പറഞ്ഞാൽ കപ്പൽ മനസ്സിലാക്കിയാൽ മതി. നേരെ മറിച്ച് ഔദ്യോഗിക ഗ്രൂപ്പ് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഗ്രൂപ്പ്, അതിൽ നിന്ന് തന്നെ പുറത്തുപോയ മറ്റൊരു ഗ്രൂപ്പ് ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് മുങ്ങിത്താഴുന്ന കപ്പൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഈ സംഘടനയാണത് എന്നാണ്, അല്ലാതെ ആ കപ്പലല്ല. അപ്പോ വേണ്ട ആവശ്യമുള്ളിടത്തൊക്കെ ഇവർക്ക് യുക്തിയും ബുദ്ധിയുമാകാം. പക്ഷേ ഒരു ഹദീസിന്റെ പൊള്ളത്തരമോ അതിന്റെ അയുക്തികതയോ അല്ലെങ്കിൽ അതിലെ ബുദ്ധിശൂന്യതയോ മാനവരാശിക്ക് അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളൊക്കെ സൂചിപ്പിച്ച് അവർ പറയും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. ആ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി. പക്ഷെ ഇവരുടെ ആവശ്യങ്ങളുടെ ഇവർക്ക് വരേണ്ട സന്ദർഭങ്ങളിലൊക്കെ അവർ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നതായിട്ടും കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെയും ഈ മറിയമിന്റെ ഈ സുജൂദും ഇപ്പൊ ഈ പറയുന്ന നിലത്ത് തറയിൽ നെറ്റിമുട്ടിക്കുക എന്ന് പറയുന്ന സുജൂദ് അല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടി വരും, ഒരിക്കലും അത് സാധ്യമല്ല. കാരണം ഒരു പറ്റം ജനങ്ങൾ കുമ്പിട്ട് അങ്ങനെ നിൽക്കുക. നേരെ മറിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് അവയ്ക്ക് കീഴ്പ്പെട്ട് ആ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന സമൂഹത്തോടൊപ്പം നീയും ദൈവത്തിന് കീഴൊതുങ്ങി താഴ്മയോടുകൂടി വിനയത്തോടുകൂടി ദൈവിക കൽപ്പനക്ക് വിനയവും താഴ്മയും അനുസരണവും കാണിച്ച് അവരുടെ കൂടെ നീയും ജീവിക്കണമെന്ന് പറഞ്ഞാൽ, അവരുടെ കൂടെ നീയും കഴിയണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാകും. ഇവര് പറയുന്ന നമസ്കാരമാണെങ്കിൽ ജനങ്ങൾ കുമ്പിട്ട് നിൽക്കുക. അപ്പൊ മറിയം കയറി വന്നു, ഒളു എടുത്തു, ഭയഭക്തി എന്തൊക്കെ ആക്ഷനിലൂടെ കാണിച്ചു, സുജൂദിലേക്ക് പോയി, സുജൂദ് 2 ചെയ്ത് അവിടുന്ന് എണീറ്റ് വന്ന് ഈ കുമ്പിടുന്നവരൊപ്പം കുമ്പിട്ട് നിൽക്കുകയുമാണ്. ഇങ്ങനെ അപ്രായോഗികമായ വ്യാഖ്യാനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഇവര് സുജൂദിന് ഈ അർത്ഥം കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത്. ഇനി നോക്കൂ, അള്ളാഹുവിന്റെ ഇനി മറ്റൊരു വചനം നോക്കൂ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സലാത്ത വയുത്തൂന സകാത്ത വഹും റാക്കിഊൻ. അള്ളാഹുവും അവന്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട്, പാരമ്പര്യ വ്യാഖ്യാനാണ് കേട്ടോളൂ, അള്ളാഹുവും അവന്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട്, അതായത് വഹും റാക്കിഊൻ, താഴ്മയുള്ളവരായിക്കൊണ്ട്, അവിടെ താഴ്മ വന്നുറക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുക. കാരണം ഇവിടെ റുക്കുവിന് താഴ്മയുള്ളവരായിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കുമ്പിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. കാരണം ഈ സലാത്തിൽ തന്നെ ഉണ്ട് റുക്കുവും സുജൂദും വേറെ. അപ്പൊ റുക്കു ചെയ്തുകൊണ്ട് സലാത്ത് നിർവഹിക്കുക എന്ന് പറയുമ്പോ, കുമ്പിട്ടുകൊണ്ട് സലാത്ത് നിർവഹിക്കുക എന്ന് പറയുമ്പോ ഈ സലാത്തിൽ തന്നെ ഉണ്ട്. പിന്നെ യൂത്തൂന സക്കാത്താന്ന് പറഞ്ഞാൽ കുമ്പിട്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നതിന്റെ അപ്രായോഗികത അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവിടെ താഴ്മയോടുകൂടി എന്ന് വ്യാഖ്യാനിക്കാൻ കാരണം. ദൈവീക കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് വണങ്ങുന്നവരായിക്കൊണ്ട് താഴ്മയുള്ളവരായിക്കൊണ്ട് അവര് സക്കാത്ത് കൊടുക്കുകയും സലാത്ത് നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് പറയണം. അതല്ല യുഖീമൂന സലാത്ത് അവർ നമസ്കരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പൊ മുറപ്രകാരമല്ല. മുറപ്രകാരം ആണെങ്കിൽ റുക്കോയും സുജൂദും എഴുത്തിദാലും ഖിയാമും അതിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളും തസ്ബീഹും തഹ്മീദും സലാത്തും സലാം വീട്ടലും അത്തയ്യാത്തും എല്ലാം അതാണ് മുറപ്രകാരം നിർവഹിച്ചു. വയൂത്തൂന സക്കാത്ത, സക്കാത്ത് 2.5% കൊടുത്തു. വഹും റാക്കിഊൻ, അവർ കുമ്പിട്ടുകൊണ്ട് എന്ന് ഇതൊക്കെ കുമ്പിട്ടുകൊണ്ടാ ചെയ്യാ. അപ്പൊ അവരെന്ത് ചെയ്തു? അത് പ്രായോഗികമല്ല എന്ന് കണ്ടപ്പോ താഴ്മയുള്ളവരായിക്കൊണ്ട്. ചില പണ്ഡിതന്മാർ കുമ്പിട്ടുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. കുമ്പിട്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നവരാണ് അവർ. അതിനൊരു വിശദീകരണം എഴുതിയിട്ടുണ്ട്. ഒരു സഹാബി, പ്രമുഖനായ സഹാബിയുടെ പേരൊന്നും ഞാൻ പറയുന്നു, അവിടെയും തർക്കമുണ്ട്. അതുകൊണ്ട് പ്രമുഖനായ ഒരു സഹാബി റുക്കോയിൽ കുമ്പിട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ഭിക്ഷക്കാരൻ, ഒരു യാചകൻ വന്ന് എന്തോ ചോദിച്ചപ്പോ കയ്യിലുള്ള മോതിരം അയാൾ കൂരിക്കൊടുത്തു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്ന് വ്യാഖ്യാനിച്ചത്. ഇവിടെ കുമ്പിടുക എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ വായിച്ച ഈ പാരമ്പര്യ വ്യാഖ്യാനമല്ല, കുമ്പിട്ട് സക്കാത്ത് കൊടുക്കുന്നവർന്നും വ്യാഖ്യാനം. ഈ ആയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വ്യാഖ്യാനിക്കണ്ടേ? എന്താ ഈ പറയുന്നത്? ഞാൻ ചോദിച്ചു, സാമ്പ്രദായിക മതക്കാർക്ക് സലാത്തിലല്ലാതെ വേറൊരു റുക്കോ ഉണ്ടോ? നമസ്കാരത്തിലല്ലാത്ത വേറൊരു റുക്കോ ഉണ്ടോ? റുക്കോ മാത്രമായിട്ട് ഒരാരാധനയുണ്ടോ? കുമ്പിട്ട് നിൽക്കണ കുമ്പിടുക എന്ന് പറയുന്ന ഒരു ആരാധന മാത്രം.
കാരണം യുഖീമൂന സലാത്ത് അവിടെ സുജൂദ്, റുകൂഅ്, ഇഅ്തിദാല്, ഖിയാമ്, തഹ്മീദ്, തസ്ബീഹ്, സലാം വീട്ടല്, അത്തഹിയാത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ട് മുറപ്രകാരം നിർവഹിച്ചു. പിന്നെ വഹും റാക്കിഊൻ എന്ന് പറയണമെങ്കിൽ അവർക്ക് പിന്നെ കുമ്പിടൽ വേറെ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ വേറൊരു കുമ്പിടലുണ്ടോ? അപ്പൊ ഇങ്ങനെ ഖുർആനിന്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുന്നവരായിക്കൊണ്ട് സംസ്കാരം സമൂഹത്തിൽ കൊണ്ടുവരികയും, അല്ലെങ്കിൽ ഈ സക്കാത്ത് 2% കൊടുക്കാൻ തന്നെ വെച്ചോളൂ, ഞാൻ അവിടെ തർക്കിക്കണ്ട, അത് ചെയ്യുകയും സ്വലാത്ത് ഇവിടെ സ്ഥാപിക്കുകയും, അല്ലെങ്കിൽ അവരുടെ നമസ്കാരം ചെയ്യുകയും എന്തോ ആയിക്കോട്ടെ അത് ചെയ്യുകയും ചെയ്താൽ ചെയ്യുന്നവരാണ് വിശ്വാസികൾ, അവരാണ് നിങ്ങളുടെ രക്ഷാധികാരികൾ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവിടെ അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് വഴിപ്പെടുന്നവരായിക്കൊണ്ട് അതിന് കീഴൊതുങ്ങുന്നവരായിക്കൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന മോമിനുകളാണ് അള്ളാഹുവും റസൂലും, അങ്ങനെ ചെയ്യുന്ന മോമിനുകളുമാണ് നിങ്ങളുടെ വലിയകൾ, രക്ഷാധികാരികൾ, മിത്രങ്ങൾ എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ എന്താ പ്രശ്നം? നേരെ മറിച്ച് സലാത്തിലുള്ള റുക്കോഴും സുജൂദും അല്ലാത്ത വേറെ ഒരു റുക്കോഴും മാത്രമായിട്ടൊരാരാധന മുസ്ലിം ലോകത്തുള്ളതായിട്ട് എനിക്കറിയില്ല. നീ വലിയ പുതിയത് വല്ലതും കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കായിരിക്കും. ഇടക്കിടക്ക് കുമ്പിട്ട് നിൽക്കുന്ന ഒരു ആരാധന ചെയ്തുകൂടായികയില്ല ഈ സമൂഹം ഈ രൂപത്തിൽ പോകുകയാണെങ്കിൽ. ഇനി അടുത്തൊരു വചനം കൂടി നോക്കുക. വഅഖീമുസ്സലാത്ത വആത്തുസ്സകാത്ത വർക്കഉ മഅർ-റാക്കിഈൻ. വഅഖീമുസ്സലാത്ത, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒളു എടുത്തു, വന്ന് നിന്നു, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, കൈ കെട്ടി, വജ്ജഹത്ത് ഓതി, ഫാത്തിഹ സൂറത്ത് ഓതി, മറ്റൊരു സൂറത്ത് ഓതി, ഇങ്ങനെ മുറപ്രകാരം അനുഷ്ഠിച്ചു. റുക്കൂ ചെയ്തു, സുജൂദ് ചെയ്തു, 2 സുജൂദ് ചെയ്തു, ഇഅ്തിദാല് ചെയ്തു, എല്ലാം മുറപ്രകാരം ചെയ്തു. ഇനി വആത്തു സക്കാത്ത, 2.5% സക്കാത്തും കൊടുത്തു. ഇനിയോ വർക്കഉ മഅർ-റാക്കിഈൻ, കുമ്പിടുന്നവരുടെ കൂടെ കുമ്പിടുക. ഇനി എപ്പോഴാണ് ഈ കുമ്പിടല്? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. കുമ്പിടൽ മാത്രമായിട്ടൊരാരാധനയുണ്ടോ? കുമ്പിടൽ മാത്രമായിട്ടൊരാരാധനയുണ്ടോ? അതാണ് എന്റെ ചോദ്യം. മുസ്ലിങ്ങൾക്ക് കുമ്പിടലും മാത്രമായിട്ട് വല്ല ആരാധനയും ലോകത്തുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി വഴിപ്പെട്ട് അതിന് കുമ്പിട്ട്, അത് ആ ആജ്ഞകൾക്കാണ് കുമ്പിടുന്നത്. ആ ആജ്ഞകൾക്ക് കുമ്പിട്ട് ജീവിക്കുന്ന, അതിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങളും അതിന് കുമ്പിട്ട്, അതിന് വഴിപ്പെട്ട്, അതിനനുസരിച്ച് ജീവിക്കുക, നിങ്ങളും അത് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അപ്പോ ഇവിടെ നമസ്കാരം ഒക്കെ ചെയ്തു. അപ്പോ ഇങ്ങനെ ഖുർആനിലെ വചനങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ വരും എന്നുള്ളത് നാം നോക്കണം. അപ്പൊ സലാത്തിൽ അല്ലാതെ തന്നെ റുകൂഉം സുജൂദും പറയുന്നുണ്ട് എന്ന ഞാൻ ഈ വചനങ്ങളിലൂടെ എന്റെ സഹോദരങ്ങളെ പിന്നെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമസ്കാരത്തിലല്ലാതെ തന്നെ അതിന് പുറമെ തന്നെ റുകൂഉം സുജൂദ്, സലാത്തിന് പുറമെ തന്നെ റുകൂഉം സുജൂദും പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നു എന്ന കാര്യം എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആണ് ഞാൻ ഇത്രയും വചനങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ മാന്യ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ സലാത്തിൽ മാത്രമല്ല ഈ റുകൂഉം സുജൂദും പറയുന്നത് എന്നാണ്. അപ്പോൾ അതിന് പുറമെ പറയുമ്പോൾ അതിന് പുറമെ ഒരു കുമ്പിടൽ, അതിന് പുറമെ ഒരു സാഷ്ടാംഗം ചെയ്യൽ ആയിട്ടുള്ള ഒരു ആരാധന ലോകത്ത് മുസ്ലിങ്ങൾക്കുള്ളതായിട്ട് അറിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ആ മുഅ്മിനുകളെ, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, ഇർകഉ, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് അനുസരിക്കാനുള്ള മനസ്സ് കാണിക്കുക. വസ്ജുദു, അവയ്ക്ക് നിങ്ങൾ അനുസരിക്കുക. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ വണങ്ങുക. വഫഅലുൽ ഖൈറ, നന്മ പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ ലോകത്ത് വിജയിക്കും. ഇനി ഇവരുടെ നോക്കുക, ഇവരുടെ അർത്ഥപ്രകാരം അതവിടെ നിൽക്കട്ടെ. ആദ്യം കുമ്പിട്ടു, പിന്നെ സുജൂദും ചെയ്തു. വഅബ്ദു, ഇബാദത്ത്, നിസ്കാരം ഇബാദത്തായിട്ട് എടുക്കാം, ഇബാദത്തും ചെയ്തു. വഫഅലുൽ ഖൈറ, നാട്ടിലിറങ്ങി കുറെ നന്മകളും ചെയ്തു. എന്നിട്ടോ ഖൈറ് പിന്നെ വല്ല ഹദീസിൽ വ്യാഖ്യാനം ഖൈറ് വേറുണ്ട്, അവർക്കൊന്നും പിന്നെ ഇപ്പം ഞാൻ വിശദീകരിക്കാൻ പോണില്ല. എന്നിട്ടോ
എന്നിട്ട് പിന്നെ അള്ളാഹു പറയാണ് വ അഖീമുസ്സലാത്ത വാതു സകാത്ത്. അടുത്ത ആയത്ത് തൊട്ട വചനം സൂറത്ത് ഹജ്ജില് 22:77 ഇത് 22:78 തൊട്ടടുത്ത വചനത്തിൽ പറയാണ് വ അഖീമുസ്സലാത്ത വആതു സകാത്ത. അതാ പറയണേ 77-ാമത്തെ വചനത്തിൽ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ 78-ാമത്തെ ആയത്തിൽ വഅഖീമുസ്സലാത്ത നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അപ്പൊ ഈ സ്വലാത്തിന്റെ പുറമെ തന്നെ റുകൂഉം സുജൂദും അല്ലാഹു പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ കുമ്പിട്ടു, സാഷ്ടാംഗം ചെയ്തു, നെറ്റി, കൈമുട്ടുകൾ, തോള്, കാൽമുട്ടുകൾ, കാൽവിരലുകൾ, ഇതൊക്കെ കാൽമുട്ട് ഇതൊക്കെ വെച്ച് സുജൂദ് ചെയ്തു, റുകൂഉം ചെയ്തു. എന്നിട്ട് പിന്നെ ഇനി എപ്പോഴാണ് ഈ സലാത്ത് ഇങ്ങനെ ഈ സ്വലാത്തിലല്ലാത്ത സ്വലാത്തിൽ റുകൂഉം സുജൂദും ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം, നമുക്ക് പിന്നെ പരിശോധിക്കാം. അത് സ്വലാത്ത് പറയുമ്പോൾ പറയേണ്ട വിഷയങ്ങളാണ്. അപ്പോ ഈ സ്വലാത്തിന് പുറമെ തന്നെ ഈ റുകൂഉം സുജൂദും വേറെ പറഞ്ഞത് എപ്പോഴാണ് കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നമസ്കാരത്തെ നാം നിഷ്ഠയോടെ അവർ എഴുതിക്കണം, നിലനിർത്തുകയും ഒരിടത്ത് പിന്നെ മുറപ്രകാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. ആദ്യത്തെ വചനത്തിൽ പറയുന്ന കുമ്പിടലും നെറ്റ് തറയിൽ വെക്കലുമെല്ലാം അപ്പോൾ നാം എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് സൂറത്ത് അന്നിസായിലെ 102-ാം വചനത്തിൽ പറയുന്ന സുജൂദ് എന്താണെന്ന് പരിശോധിക്കാം. സ്വലാത്തിന്റെ ഭാഗമായി സുജൂദ് വരും എന്നതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ പറ്റുന്ന ഒരായത്താണിത്. സ്വലാത്തിന്റെ ഭാഗമായിട്ടും സുജൂദ് വരും എന്നുള്ളത്. അല്ലാതെ സ്വലാത്തിന്റെ ഭാഗമായിട്ട് സുജൂദ് വരും എന്ന് തെളിയിക്കാൻ കാര്യമായിട്ട് ആയത്തുകളൊന്നും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവർക്ക് കിട്ടാനില്ല. അത് സൂറത്ത് നിസായിലെ 102-ാമത്തെ വചനം നമുക്കൊന്ന് നോക്കാം. അതിന്റെ അർത്ഥം നോക്ക്. വൈദാ കുന്ത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാത്ത ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക വൽയഖുദു അസ്ലിഹതഹും വൈദാ സജദു ഫൽയകൂനു മിൻ വറായിക്കും വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലു ഫൽയുസല്ലു മഅക വൽയഖുദു ഹിദ്റഹും വഅസ്ലിഹതഹും എന്ന് തുടങ്ങി ആ ആയത്തിന്റെ അദാബ മുഹീന വരെയുള്ള ആ 102-ാമത്തെ വചനത്തിൽ ഇവരുടെ വ്യാഖ്യാനം നോക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ ഇത് വായിക്കുമ്പോൾ. നീ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയും, അതായത് നബി, അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുകയുമാണെങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നിൽക്കട്ടെ. അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കണം, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. വന്ന് നിന്നിട്ട് പിന്നെ ആയുധം എടുക്കുക. നിസ്കരിക്കാനൊക്കെ വന്ന് അല്ലാഹു അക്ബർ തക്ബീറത്തിലേറാൻ കെട്ടി നിന്നിട്ട് പിന്നെ ആയുധം എടുക്കുകയും ചെയ്യട്ടെ. എന്താ അതാകുമ്പോൾ സലാത്ത് വിശദീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളുടെ മറ്റു വിശദാംശങ്ങളൊക്കെ വിശദീകരിക്കുക. ഇവിടെ സുജൂദ് മാത്രമേ ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. ഇവിടെ അർത്ഥം ഒന്നുകൂടി വായിക്കാം. അപ്പൊ അവർ എഴുതിയ അർത്ഥം നോക്കണം. അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ വന്ന് നിൽക്കട്ടെ. അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ സുജൂദ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്യട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അവർ സുജൂദ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിറകിലേക്ക് വന്ന് നിൽക്കട്ടെ. അപ്പൊ അവരെ എവിടെ നിന്നിട്ടാണ് നിസ്കരിക്കുന്നതെന്നും ഇപ്പൊ ചോദിക്കണ്ട. അത് നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്, അതിലുണ്ട്. അത് നിങ്ങൾ കേട്ടാൽ മതി. അതിൽ മുഴുവനായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റേ വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. അപ്പൊ അവര് സുജൂദ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിറകിലേക്ക് ആദ്യത്തെ വിഭാഗം, എന്നിട്ട് രണ്ടാമത്തെ വിഭാഗം വന്നിട്ട് അവർ നിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവർ ജാഗ്രത കൈക്കൊള്ളുകയും തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. അവരും നിസ്കരിച്ചിട്ട് പിന്നെ ആയുധം എടുക്കുക. നിങ്ങളുടെ ആയുധങ്ങളെപ്പറ്റിയും സാധനങ്ങളെപ്പറ്റിയും നിങ്ങൾ അശ്രദ്ധരാണെങ്കിൽ നിങ്ങളുടെ നേരെ തിരിഞ്ഞ് ഒരൊറ്റ ആഞ്ഞടി നടത്താമായിരുന്നുവെന്ന് സത്യനിഷേധികൾ മോഹിക്കുകയാണ്. എന്നാൽ മഴ കാരണം, പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ, ആയുധം താഴെ വെക്കാനുള്ള നിബന്ധന ഖുർആൻ പറയുന്നത് ഇവരെഴുതിയതാ. എന്നാൽ മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ നിങ്ങൾ രോഗബാധിതരാവുകയോ ചെയ്താൽ നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുന്നതിന് കുറ്റമില്ല. എന്നാൽ നിങ്ങളുടെ ജാഗ്രത പുലർത്തുക തന്നെ വേണം.
തീർച്ചയായും അള്ളാഹു സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വചനത്തെക്കുറിച്ചുള്ള സാമ്പ്രദായിക വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, യാത്രയിലാവുകയോ ശത്രുക്കളുടെ ഭയമുണ്ടാവുകയോ ചെയ്താൽ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാമെന്നും അത് 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി ചുരുക്കി നമസ്കരിക്കാമെന്നുമൊക്കെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നബിയും അനുചരന്മാരും ഒരു യുദ്ധത്തിന് പുറപ്പെടുകയും അവിടെ വെച്ച് നബി നേതൃത്വം വഹിച്ച് നമസ്കാരം ഈ 2 റക്അത്താക്കി ചുരുക്കി പടയാളികൾക്ക് നമസ്കരിച്ചു കൊടുത്തുവെന്നും പ്രവാചകന് മുഴുവൻ നമസ്കാരമായ 4 റക്അത്ത് നമസ്കാരം ലഭിച്ചുവെന്നുമാണ് കഥ. 2 സംഘമായിട്ട് പിരിച്ചു, ഓരോ സംഘത്തിനും ഈ 2 റക്അത്ത്. അപ്പൊ നബിക്ക് 4 റക്അത്ത്. ഇതാണ് ഇന്നത്തെ കഥ. പറയുന്ന ഖുർആനിലെ റക്അത്ത് എന്ന പദം പോലും ഖുർആനിൽ ഇല്ല എന്ന കാര്യം നാം മനസ്സിലാക്കണമെന്ന് അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാം. റക്അത്ത് എന്ന പദം പോലും ഖുർആനിലില്ല. ഈ വചനത്തിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സുജൂദ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. സലാത്ത് കസറാക്കുക എന്ന് പറഞ്ഞാൽ സലാത്ത് പകുതിയാക്കുക, അതായത് നിസ്ഫാക്കുക എന്ന അർത്ഥം എവിടുന്ന് കിട്ടി എന്നൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു വിലയിൽ നിന്നോ മറ്റേതെങ്കിലും വസ്തുക്കളിൽ നിന്നോ സംഗതികളിൽ നിന്നോ ചുരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു സാധനത്തിന് വിളിച്ചിട്ട് അറിയുന്ന ലേശം ചുരുക്കിക്കോളി എന്ന് പറഞ്ഞാൽ അത് പകുതിയാക്കാന്ന് എവിടുന്ന കിട്ടുക? എനിക്കറിയില്ല. കസറിന് നിസ്ഫ് എന്നുള്ള അർത്ഥം കിട്ടുമെന്ന് അറിയില്ല. കിട്ടുമായിരിക്കും. അഹ്ലുസുന്നത്തിന് ഏത് നിലക്കും അർത്ഥം കിട്ടും. അത് പിന്നെ നമ്മൾ അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. അവരൊക്കെ ഇപ്പൊ കസറാക്കുക എന്ന് പറഞ്ഞാൽ നബി അത് കസറാക്കലിന് നിസ്ഫാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഇനി തർക്കിക്കാനില്ല എന്നാ. കാരണം ഏത് പദത്തിനെയും നബി അങ്ങനെ പറഞ്ഞിക്കണമെന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ ചോദ്യമല്ല. അവർക്ക് ഖുർആനിക വചനത്തിന്റെ അർത്ഥത്തെ അട്ടിമറിച്ചാലും അതിനെ തള്ളിക്കളഞ്ഞാലും അതിനെ നിഷേധിച്ചാലും ഹദീസ് നിഷേധിക്കാൻ അവർക്ക് കഴിയും. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് നമുക്ക് അങ്ങനെ മനസ്സിലാവൂല. കാരണം അതിന്റെ അറബി നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ബുഖാരിയുടെ അറബിയെ മനസ്സിലാവുള്ളൂ. ബുഖാരിയുടെ കിതാബിലെ അറബിയെ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അതാണ് കാട്ടറബി. അള്ളാഹുവിന്റെ ലിസാന് അറബിയൻ മുബീൻ എന്ന് പറയുന്ന ഈ വ്യക്തമായ അറബി ലിസാന് അത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഇറക്കിക്കണ ലാലക്കും തഴക്കലും നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങൾ വിവേചിച്ചറിയാൻ വേണ്ടി എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അറബി, ഖുർആന്റെ അറബി നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാകുന്നത് ബുഖാരിയുടെ കാട്ടറബി മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ. അത് പോട്ടെ, അത് അവരോട് നമ്മൾ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. അവരാ പോണ പോക്കിന് അങ്ങനെ പോകുന്നേ നടക്കുള്ളൂ. ഖുർആനികമായ കാര്യങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി ഖുർആനിൽ ഇങ്ങനെയാണെങ്കിൽ എനിക്കത് എടുക്കണമെന്ന താല്പര്യത്തോടു കൂടി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരോടാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനും സൂചിപ്പിക്കാനും ഉള്ളത്. അപ്പൊ ഒരു സംഗതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് ചുരുക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ, ചുരുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് പകുതിയാക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ, തർക്കം. അതന്നെ നോക്കൂ, കസറാക്കാൻ തന്നെ അള്ളാഹു പറഞ്ഞത് 2 നിബന്ധനയാണ്. അവിടെയും ഇവർ വെട്ടിച്ചുരുക്കി. അതെന്താ? ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഖുർആൻ അങ്ങനെ 2 നിബന്ധന പറഞ്ഞാൽ 1 നിബന്ധന മതി. ഖുർആൻ കസറാക്കാൻ തന്നെ നിബന്ധന പറഞ്ഞത് എന്താണ്? ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറു, ഒരു ഷർത്ത്. പിന്നെ ഇദാ ലറബ്തും ഫിൽ അർളി, 2ാമത്തെ ഷർത്ത്. അപ്പൊ ഇദാ ലറബ്തു 101ാമത്തെ വചനത്തിൽ ഇദാ ലറബ്തും ഫിൽ അർളി, രാജ്യത്ത് നിങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ പിന്നെ കുറെ പറഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ഷർത്തിന്റെ അതാത്തായ ഇന്ന്. അപ്പൊ ഇതാ ഇൻ, ഈ 2 നിബന്ധനകൾ, ഈ 2 ഷർത്തുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, 1 യാത്ര, 2 ശത്രുക്കൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന ഭയം, ആശയക്കുഴപ്പത്തിലാക്കുമെന്ന ഭയവും ഉണ്ടെങ്കിൽ ഈ സ്വലാത്ത് ചുരുക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ യാത്രയിലായാലും നിസ്കാരം കുറക്കാം. ഒരു ശത്രുവിന്റെ ഭയം മാത്രമുണ്ടെങ്കിലും നിസ്കാരം കുറക്കാം. അതെവിടുന്നാ കിട്ടി? അത് ഞങ്ങൾക്ക് റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ 2 ഷർത്ത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതോ? അത് ഖുർആൻ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് അവരോട് പിന്നെ കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ല. അവര് നബി പറഞ്ഞത് എടുക്കട്ടെ. നബി പറഞ്ഞതല്ല, നബി പറഞ്ഞതാണ് നമുക്ക് കൊടുക്കുക. നബി പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമ്മള് ബുഖാരി എഴുതിണ്ടാക്കിയ ബുഖാരിയുടെ ബുക്കിലാണ് ആ പറഞ്ഞിട്ടുള്ളത്. സ്വലാത്തിനെ ആചാര നമസ്കാരമായി വ്യാഖ്യാനിച്ചപ്പോഴാണ് ഈ യാത്രയിലായാലും
അല്ലെങ്കിൽ വെറും ശത്രുക്കളെ ഭയം ഉണ്ടെങ്കിലും നിസ്കാരം കുറക്കാന്നൊക്കെ വന്നത്. അവിടുത്തെ സലാത്ത് എന്താന്ന് വിശദീകരിക്കുമ്പോഴേ ഈ രണ്ട് നിബന്ധനകളുണ്ടെങ്കിലും ആ ചുരുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഒരു അർത്ഥം ഇവരെഴുതിയത് നമ്മൾ കണ്ടു. ഇവിടെ സർവായുധ വിഭൂഷിതരായി എല്ലാ ആയുധങ്ങളും എടുത്ത് പടയാളികൾ സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. അതാണ് അവരവരുടെ ആയുധങ്ങൾ എടുക്കുകയും അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ, അപ്പൊ ആയുധം എടുത്തുകൊണ്ടാണ് സുജൂദ് ചെയ്യുന്നതെന്ന് ഉറപ്പ്. ഇന്നത്തെ രൂപത്തിൽ നെറ്റി തറയിൽ വെച്ചുകൊണ്ടുള്ള സുജൂദാണ് പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് സാധ്യമാകുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുക. ആയുധങ്ങൾ എടുത്തിട്ടാണല്ലേ ഇവര്, പടയാളികളാണ്, ആയുധം എടുക്കണം, ആയുധം എടുത്തിട്ട് അങ്ങനെ നിങ്ങൾ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ആയുധങ്ങൾ എന്തൊക്കെയാണ്? അന്നത്തെ കാലത്ത് പ്രധാനമായും ആയുധങ്ങൾ വാള്, പരിച, കുന്തം, ചവണ, അമ്പും വില്ലും, അങ്ങനെ പോകുന്നു ആയുധങ്ങൾ. പ്രധാനപ്പെട്ട ചില ആയുധങ്ങൾ ആ കാലഘട്ടത്തിലുള്ളത് പറഞ്ഞത്. അപ്പൊ യുദ്ധസജ്ജരായി മേൽപ്പറഞ്ഞ ആയുധങ്ങളിൽ മുഴുവൻ വേണ്ട, ചിലതെങ്കിലും എടുത്തുകൊണ്ട് ഇന്ന് കാണുന്ന തരത്തിൽ സഫായി നിന്നുകൊണ്ട് വരി വരിയായി നിന്നുകൊണ്ട് സുജൂദിലേക്കും റുക്കൂഇലേക്കും പോയി വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ ഈ പറയുന്ന ഈ രൂപത്തിൽ അർത്ഥമെഴുതി ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരായുധം തന്നെ എടുത്തിട്ട് സാധിക്കൂല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കുന്തം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയും. ബാക്കിയുള്ള ആയുധങ്ങളൊക്കെ പോട്ടെ. 8 അടി നീളമുള്ള 6 അടി നീളമോ 8 അടി നീളമോ ഉള്ള കുന്തം മാത്രം എടുത്തുകൊണ്ട് സഫായിട്ട് ഈ വരികൾ ഇതുപോലെ തന്നെ നിന്നുകൊണ്ട് ഈ റുക്കൂഉം സുജൂദും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവർക്ക് പറയാൻ പറ്റില്ല, ജിന്നൊക്കെ ദേഹത്ത് കയറുന്ന ആളുകളോട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ സുജൂദ് ചെയ്തു എന്ന് വരും. കാരണം അങ്ങനത്തെ ആളുകളാണ് അവർ. അവരെ കുറിച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അത്രക്കും അത്ഭുത സിദ്ധിയുള്ള ആളുകളാണ് അവരൊക്കെ. സാധാരണ ഒരു മനുഷ്യരെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യന്മാരുണ്ട്. ഇവര് പല സംഗതികളും ദേഹത്ത് കയറ്റി നടക്കുന്ന അസാധാരണ ജീവികളും സൃഷ്ടികളുമാണ് ഇന്നത്തെ സമൂഹത്തിലുള്ള പുരോഹിതന്മാർ. അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചു വരും. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഒരു 8 അടി നീളമുള്ള ഒരു കുന്തം കയ്യിലേന്തിക്കൊണ്ട് ഈ റുക്കൂഉം ഈ സുജൂദും ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. ഇനി പിന്നെ ആയുധം താഴെ വെച്ചിട്ട് സുജൂദ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം അതാണ് ഞാൻ ആ അർത്ഥം വായിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞത്. 2 കാരണങ്ങളാണ് ആയുധം താഴെ വെക്കാൻ അവിടെ ഇവര് തന്നെ എഴുതിയത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ആയുധം താഴെ വെക്കാൻ പാടില്ല. അത് പ്രത്യേകം, അതാണ് ഞാൻ വായിച്ച്. മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ നിങ്ങൾ രോഗബാധിതരാവുകയോ ചെയ്താൽ നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുന്നതിന് കുറ്റമില്ല. അപ്പൊ ആയുധം താഴെ വെക്കുന്നതിന് കുറ്റല്ല എന്നേ പറ്റുള്ളൂ. വെക്കണം എന്നാലും പറഞ്ഞില്ല. വെക്കുന്നതിന് അല്ലാത്ത സന്ദർഭത്തിൽ കുറ്റുണ്ട് എന്നാണ്. വെക്കാൻ പാടില്ല, അത് കുറ്റകരമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ 2 സന്ദർഭങ്ങളിൽ മാത്രമേ ആയുധം താഴെ വെക്കാൻ പാടുകയുള്ളൂ. അപ്പൊ ഈ അവസ്ഥയിൽ ഒരാൾക്ക് പിറകെ മറ്റൊരാളായി സുജൂദിലേക്ക് പോയി വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. മുൻഭാഗത്തെ ആളുകളുടെ മുതുകത്തോ പൃഷ്ഠത്തിലോ ചന്ദിക്കുന്നൊക്കെ ലച്ച മലയാളത്തിൽ പറഞ്ഞ സാഹിത്യത്തിൽ പറയണ്ട, പിന്നിൽ നിൽക്കുന്ന ആളുടെ ആയുധം തുളച്ചു കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആയുധങ്ങളിൽപ്പെട്ട കുന്തം പോലും എടുത്ത് ഇവർ പറയുന്ന ജിബ്രീൽ പഠിപ്പിച്ച സുജൂദ്, പൂർവ്വ പ്രവാചകന്മാരുടെ സുജൂദിന്റെ ആയത്തൊക്കെ ഞാൻ ഓതി നിങ്ങൾക്ക് കേട്ടു. ഉലായിക്കല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന എന്ന് പറഞ്ഞ് വമിമ്മൻ ദുർരിയ്യത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി, ആ അമ്പിയാക്കന്മാർക്കൊക്കെ. പക്ഷെ മുഹമ്മദ് നബിക്ക് മാത്രം എത്തിയപ്പോൾ ആ സുജൂദ് അറിഞ്ഞില്ല. അതുകൊണ്ട് പഠിപ്പിക്കാൻ മലക്കിനെ വിട്ടു. പോട്ടെ. അപ്പൊ ആ മലക്ക് വന്ന് പഠിപ്പിച്ച ആ സുജൂദ് ചെയ്യാൻ കഴിയും, നെറ്റ് തറയിൽ വെക്കുന്ന സുജൂദ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധ്യമല്ല. ഇവിടെ സാമ്പ്രദായിക മതക്കാർ പറയുന്ന സ്വലാത്താണെങ്കിൽ പിന്നെയും സലാത്തിന്റെ കാര്യത്തിൽ തന്നെ അവിടെ വിശദീകരിക്കുന്നില്ല. സലാത്താണെങ്കിൽ ഇവിടെ ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങനെ അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് അവരർത്ഥം എഴുതിയത്. സുജൂദ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിറകിലേക്ക് മാറി നിൽക്കട്ടെ എന്ന് പറയണമെങ്കിൽ ഈ ആളുകൾ എവിടെ നിന്നിട്ടാ നിസ്കരിച്ചിരിക്കണപ്പോ? ആരാണ് ഈ അവര്? ആരാണ് ഈ നിങ്ങള്?
അവരിൽ നിന്നൊരു വിഭാഗം വന്ന് നിൽക്കട്ടെ, അവർ നബിയുടെ കൂടെ സലാത്ത് ചെയ്യട്ടെ, അവർ സലാത്ത് ചെയ്തിട്ട് അതിന് സുജൂദ് ചെയ്യാൻ തയ്യാറായാൽ അവർ പിന്നെ നിങ്ങളുടെ പിറകിലേക്ക് മാറി നിൽക്കട്ടെ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ട്. അപ്പൊ ഈ നിങ്ങൾ ആരാണ്? ഈ നിങ്ങൾക്ക് നിസ്കാരമില്ലേ? ഇനിയിപ്പോ അടുത്ത വിഭാഗം വരുന്നത്, അവരിൽ നിന്ന് മറ്റേ വിഭാഗം വരണം. അപ്പോൾ ഈ നിങ്ങൾക്ക് നിസ്കാരമില്ലേ? നീ ഈ സുജൂദ് കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? പാരമ്പര്യ നമസ്കാരത്തിൽ സലാം വീട്ടിയാലുള്ള പോകാൻ പറ്റുക? ഇത് സലാത്ത് തന്നെയാണോ? ഇവിടുത്തെ ഇവർ പറയുന്ന ഈ നിസ്കാരം തന്നെയാണോ എന്നുള്ളതിലേക്ക് ചില സൂചനകൾ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാണ്. ബാക്കി ഇതിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമസ്കാരം എന്ന വിഷയത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ഒന്ന് കേൾക്കുക, കേട്ടു മനസ്സിലാക്കുക. സുജൂദല്ല അവസാനത്തെ കർമ്മം. പിന്നീട് സുജൂദ് കഴിഞ്ഞാൽ പിന്നീട് അത്തഹിയ്യാത്തുണ്ട്, ഫർള്, സലാത്തുണ്ട്, സലാം വീട്ടലുണ്ട്. ഇതൊക്കെ സലാം വീട്ടിക്കഴിഞ്ഞാൽ അവർ പോകട്ടെ എന്നല്ലേ പറയേണ്ടത്? സലാത്താണെങ്കിൽ അതാ പറഞ്ഞത്. ഈ നിങ്ങൾക്കും വേണ്ടേ നിസ്കരിക്കാൻ? ഈ നിങ്ങളുടെ നിസ്കാരം ഇവിടെ എവിടെ പറയണത്? അവർ വന്ന് നിൽക്കട്ടെ, അവരിൽ നിന്ന് ഒരു ഭാഗം വന്ന് നിൽക്കട്ടെ, അവർ നിന്നിട്ട് ആയുധെടുക്കട്ടെ, ആയുധെടുത്തിട്ട് സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോട്ടെ. പിന്നെ രണ്ടാമത്തെ വിഭാഗം വരട്ടെ, ആദ്യത്തെ വിഭാഗം സുജൂദ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിറകിലേക്ക് നിൽക്കട്ടെ. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് ചിന്തിക്കുക, എന്താണ് അവിടുത്തെ വിഷയം? ആരാണ് ഈ അവര്? ആരാണ് ഈ നിങ്ങള്? ഈ നിങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കുക? ഈ നിങ്ങൾക്ക് നിസ്കാരം എപ്പോഴാ കിട്ടുക? സുജൂദ് ഒരു സലാത്തിന്റെ അവസാന ഭാഗം തന്നെയാണോ? സുജൂദ് കഴിഞ്ഞാൽ അവർ പോകട്ടെ എന്ന് പറയണമെങ്കിൽ സുജൂദ് അല്ലല്ലോ അവസാനത്തെ കർമ്മം. സലാം വീട്ടിൽ കഴിഞ്ഞാൽ അവർ പോകട്ടെ എന്നല്ലേ പറയേണ്ടത്? അപ്പോ ഇനിയോ, ഒരു പോരാട്ടത്തിന് മുഴുവൻ സമയവും നേതൃത്വം കൊടുക്കേണ്ട നായകനാണല്ലോ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താ? നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കൽ മാത്രവും. ഒരു വിഭാഗം 2 റക്അത്ത് നമസ്കരിച്ച് പിരിഞ്ഞുപോയി. ഇവരുടെ നിസ്കാരമാണെങ്കിൽ നോക്കിക്കോളൂ, 50,000 പടയാളികൾ ഉണ്ടെന്ന് വിചാരിക്കാം ഒരു പോരാട്ടത്തിന്. അതിൽ 25,000 വീതം 2 ഗ്രൂപ്പാക്കി ഇവർ തിരിച്ചു, സജ്ജരാക്കി തിരിച്ചു എന്ന് വിചാരിക്കാം. ഈ 25,000 ആളുകൾ നബിയുടെ പിറകിൽ നിന്നുകൊണ്ട് നമസ്കരിച്ച് അവര് പോരാട്ട രംഗത്തേക്ക് അവര് പോയി. അപ്പോഴും നബി ഇങ്ങനെ നിൽക്കുന്നതാണ്. അടുത്ത വിഭാഗം വന്ന് ഒന്നുകൊടുത്ത് നബിയുടെ പിന്നിൽ വന്ന് നിൽക്കുന്നത് വരെ നബി ഇങ്ങനെ ആ ഖിയാം അങ്ങനെ നൃത്തം തന്നെ. അതായത് ഒളിത്താവളങ്ങളിൽ നിന്ന് മറ്റേ ഗ്രൂപ്പ് വന്ന് ഒളുവെടുത്ത് നമസ്കരിക്കാൻ നിൽക്കുന്നതൊക്കെ വന്ന് ഒളുവെടുത്ത് ഇവർ പിന്നിൽ നിൽക്കുന്നത് വരെ നബി ഇതേ നൃത്തം തന്നെ. ഇങ്ങനെ ദിവസത്തിൽ 5 നേരം യുദ്ധരംഗത്തുനിന്ന് യുദ്ധമുഖത്ത് നിന്ന് 25,000 വീതമുള്ള പടയാളികൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരുന്നാൽ അതെങ്ങനെ സാധ്യമാകും എന്നൊന്നും ഇവരോട് ചോദിച്ചിട്ട് കാര്യമല്ല. ഇനി ചിലപ്പോൾ ഈ 50,000 എന്നുള്ളത് 1,00,000 ആകും, 2,00,000 ആകും. പടയാളികൾ എങ്ങനെ എണ്ണം കൂടും? അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളത് ബുദ്ധിയും യുക്തിയും പ്രയോഗക്ഷമതയും മുമ്പേ നിരാകരിച്ചത് കൊണ്ട് ഇവരോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ പിറകിൽ നബി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു പോരാട്ടത്തിന്, ഒരു യുദ്ധത്തിന്, ഇവരുടെ ഭാഷയിൽ പറഞ്ഞ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട പ്രവാചകന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? 5 നേരം 2 ഗ്രൂപ്പിന് ഇങ്ങനെ നമസ്കരിച്ചു കൊടുക്കുക എന്നുള്ള പണി മാത്രം. ആ യുദ്ധം തോൽക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്നാണ് ചോദിക്കുന്നത്. ഒളിത്താവളങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്ക് വന്നും പോയും കൊണ്ടിരുന്നാൽ തന്നെ ആ യുദ്ധത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു പോരാട്ട രംഗത്ത് ഒളിത്താവളങ്ങളും ഓരോരുത്തർക്ക് ആയുധങ്ങളും ഒളിത്താവളങ്ങളും കൊടുത്ത് ശത്രുക്കളുടെ ചലനങ്ങളെയും മറ്റതും നിരീക്ഷിച്ചുകൊണ്ട് പോരാടേണ്ട ആളുകൾ ഇടയ്ക്കിടെ ഇങ്ങനെ നിസ്കരിക്കാൻ വന്നും പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ആ യുദ്ധം എങ്ങനെ ജയിക്കുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. യുദ്ധത്തിന്റെ നിബന്ധനകളെക്കുറിച്ചോ അതിന്റെ സീക്രസിയെക്കുറിച്ചോ അതിന്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചോ ഒക്കെ അറിയുന്ന വല്ല പട്ടാളക്കാരോടും ചോദിച്ചറിയാം ഇത് നടക്കുമെന്നുള്ളത്. ഇനി സുജൂദ് എന്ന പദം വരുന്ന മറ്റൊരു വചനം കൂടി പരിശോധിക്കാം. വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹി വസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും ഫസദ്ദഹും അനിസ് സബീലി ഫഹും ലാ യഹ്തദൂൻ. അതായത് സഭയിലെ ഒരു രാജ്ഞിയും അവളുടെ ജനതയും അല്ലാഹുവിനെ വിട്ട് സൂര്യന് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു ജീവി പറയുന്നത്. സാമ്പ്രദായിക മതക്കാരുടെ സുജൂദാണെങ്കിൽ രാജ്ഞിയും അവളുടെ ജനതയും നിലത്ത് നെറ്റിത്തടം മുട്ടിച്ച് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നല്ലേ ഈ ഹുദ്ഹുദ് വന്ന് സുലൈമാൻ നബിയോട് പറയുക. ഇപ്പൊ ഹുദ്ഹുദ് സുലൈമാനോട് വന്ന് പറയുന്ന കാര്യം എന്താണ്?
ഒരു രാജ്ഞിയെയും അവളുടെ ജനതയെയും ഞാൻ നിലത്ത് തലമുട്ടിച്ച് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്നാ വന്ന് പറഞ്ഞു. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു രാജ്ഞിയും അവളുടെ സമൂഹവും നിലത്ത് തലമുട്ടിച്ച് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് സുലൈമാനോട് ഹുദുഹുദ് വന്ന് പറയണമെങ്കിൽ ആ സുലൈമാന് ആ രാജ്ഞിയും ആ രാജ്ഞിയുടെ ആളുകളും നിലത്ത് തലമുട്ടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അത് ഭൂമിക്കുള്ള സുജൂദാണോ? അത് സൂര്യൻ, ആകാശത്തുള്ള സൂര്യൻ അവർ പറയുന്നത്, ആ ആകാശത്തുള്ള സൂര്യനുള്ള സുജൂദാണോ? അതല്ല അള്ളാഹ്ക്ക് തന്നെയുള്ള സുജൂദാണോ? അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റേതെങ്കിലും വസ്തുക്കൾക്കുള്ള സുജൂദാണോ എന്ന് എങ്ങനെയാണ് ഹുദുഹുദിന് തിരിച്ചറിയുക? എങ്ങനെ ഹുദുഹുദിന് മനസ്സിലാകുക? ഇപ്പൊ ഹുദുഹുദ് എന്ന പക്ഷി, ഇവർ പറയുന്ന പക്ഷി എന്നാണല്ലോ, ഹുദുഹുദ് എന്ന പക്ഷി ചെന്നിട്ട് ഈ സഭയിലെ രാജ്ഞിയും അവളുടെ ജനതയും സുജൂദ് ചെയ്യാന്ന് പറഞ്ഞ സുജൂദ് നിലത്ത് തലമുട്ടിക്കുന്ന സുജൂദാണ് ഇപ്പൊ പറയുന്ന സുജൂദ്. അപ്പൊ ആ രാജ്ഞിയും അവളുടെ സമൂഹവും നിലത്ത് തലമുട്ടിച്ച് നിൽക്കുന്ന സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹുദുഹുദ് എന്ന പക്ഷി ഇത് കാണുന്നതും സുലൈമാൻ നബിക്ക് വന്ന് വിവരിച്ചു കൊടുക്കുന്നതും. ഇവർ തല നിലത്ത് മുട്ടിച്ച് ചെയ്യുന്ന ഈ സുജൂദ് സൂര്യനാണോ ചെയ്യുന്നത്? അതല്ല ഭൂമിക്കാണോ ചെയ്യുന്നത്? അതല്ല മറ്റേതെങ്കിലും ഗ്രഹങ്ങൾക്കാണോ ചെയ്യുന്നത്? അതല്ല അള്ളാഹുവിന് തന്നെയാണോ ഈ സുജൂദ് ചെയ്യുന്നത് എന്ന് എങ്ങനെ ഹുദുഹുദിന് മനസ്സിലായി എന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഒന്നാമത് ഇത് പക്ഷിയാണ്, പക്ഷിക്ക് എങ്ങനെ ഇത് മനസ്സിലാകാമെന്നൊന്നും എനിക്കറിയില്ല. വിവേചന, ഈ പക്ഷി ഇവിടെ വിവേചിക്കുന്നുണ്ട് കാര്യങ്ങൾ. എന്തൊക്കെയാ പറയണമെന്നോ? അവര് സുജൂദ് അള്ളാഹു അല്ലാത്ത ഒരു സൂര്യനാണ് അവർ ചെയ്യുന്നത്, അള്ളാഹുവിനാണ് അവർ സുജൂദ് ചെയ്യേണ്ടിയിരുന്നത്. പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അവർ ചെയ്യേണ്ട, യഥാർത്ഥത്തിൽ സുജൂദ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ്, അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് അനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. പക്ഷെ അവർ ചെയ്തത് ഇങ്ങനെയാണ്. അപ്പൊ ഒരു പ്രവൃത്തിയിലെ തെറ്റും ശരിയും വിലയിരുത്തി ഇന്നതാണ് അവർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി, പിശാചാണ് അവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെ വിവരിക്കണമെങ്കിൽ ഒരു പക്ഷിക്ക് സാധിക്കൂലേ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതൊന്നും ഇപ്പോൾ അവരോട് ചോദിച്ചിട്ട് കാര്യമല്ല. അവരിപ്പോ അതിന് പക്ഷി എന്ന് പറഞ്ഞേക്കണമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, പക്ഷി എന്ന് പറഞ്ഞ് ഒരു വിവേചന കഴിവ് എന്ന് പറയണ തന്നെ മനുഷ്യനല്ലേ ഉള്ളൂ. ഇവ ഈ സഭയിലെ രാജ്ഞിയും അവളുടെ ജനതയും ചെയ്യുന്ന ഈ കർമ്മം തെറ്റാണെന്നും അവർ അള്ളാഹുവിനാണത് ചെയ്യേണ്ടിയിരുന്നതെന്നും പക്ഷേ അവരിപ്പോ ഷംസിനാണ് ചെയ്യുന്നതെന്നും ഇത് അവർക്ക് പിശാചാണ് ഇത് ഇങ്ങനെ കാണിച്ചു കൊടുത്തത് എന്നും ഇത് തെറ്റാണെന്നും എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അത് വന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതൊരു മനുഷ്യനല്ലേ കഴിയുള്ളൂ. അപ്പൊ ഹുദുഹുദ് എന്ന് പറയുന്നതിന് ദൈവികമായ മാർഗനിർദ്ദേശം, ഹിദായത്ത് മാർഗനിർദ്ദേശം കിട്ടിയ വ്യക്തി എന്നാണ് അതിനർത്ഥം. പിന്നെ ത്വയ്റ്, പക്ഷി എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പറയാറില്ലേ സിംഹമാണ് അവൻ എന്നൊരാളെ ചൂണ്ടി പറയാറുണ്ട്. എന്ന് പറഞ്ഞ അവന്റെ ധൈര്യവും ധീരതയും അവന്റെ ചങ്കൂറ്റവും അവന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടാനുള്ള അവന്റെ കഴിവും ധൈര്യവും മനസ്സിലാക്കിക്കൊണ്ടാണ് അവനൊരു സിംഹമാണെന്ന് പറയും. നമ്മൾ സിംഹം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് സിംഹമാകണമെന്നില്ല. അതൊക്കെ ഭാഷാപരമായിട്ട് ഏത് ഭാഷയിലും ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഒരു സമുദ്രത്തെ ഞാൻ കണ്ടു, ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു സമുദ്രത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വെള്ളമുള്ള സമുദ്രം എന്ന് ആരെങ്കിലും മനസ്സിലാക്കുമോ? നേരെ മറിച്ച് ഏത് കാര്യങ്ങളെക്കുറിച്ചും, ഏത് ഫന്ന്, ഏത് വിജ്ഞാന ശാഖയിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും അതിനൊക്കെ മറുപടി പറയാൻ കഴിയുന്ന ഒരു സമുദ്രത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആ വിജ്ഞാനത്തിലെ സാഗരമാണത്, വിജ്ഞാനത്തിന്റെ സാഗരമാണത്. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ഇതും ഇവർ പറയുന്ന നിലത്ത് മുട്ടിച്ചുകൊണ്ടുള്ള സുജൂദല്ല സഭയിലെ രാജ്ഞിയും അവളുടെ ജനതയും ചെയ്തത് എന്നാണ്. അങ്ങനെ ചെയ്തതെങ്കിൽ നിലത്ത് തലമുട്ടിച്ച് നിൽക്കുന്ന ജനതയെ കണ്ടിട്ട് എങ്ങനെയാണ് ഹുദുഹുദ് അത് അവർ സൂര്യനാണ് സുജൂദ് ചെയ്യുന്നത് എന്ന് എങ്ങനെയാ പറയാം? ഇപ്പൊ നിലത്ത് തലമുട്ടിച്ച് നിൽക്കുന്ന ഒരു ജനതയെ നമ്മൾ കണ്ടാൽ ആ ജനത ആ നിലത്തിനാണോ സുജൂദ്, അള്ളാഹ്ക്കാണോ സുജൂദ്, സൂര്യനാണോ സുജൂദ്, അതല്ല പ്രപഞ്ചത്തിലെ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾക്കാണോ സുജൂദ് എന്നെങ്ങനെ മനസ്സിലാക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ സത്യത്തിൽ അതൊന്നുമല്ല. സത്യത്തിൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വഴങ്ങുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവിടുത്തെ അക്രമിയും സ്വേച്ഛാധിപതിയുമായ ഭരണാധികാരിയുടെ നിയമങ്ങൾക്കാണ് അവർ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്തിരുന്നത് എന്നാണ് ഹുദുഹുദ് വന്ന് സുലൈമാൻ നബിയോട് വിവരിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു പക്ഷി വിവരിച്ചു കൊടുത്തു, അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കി വിവരിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ, തർക്കിക്കാനൊന്നുമില്ല. സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് യഥാർത്ഥ സൂര്യനും ചന്ദ്രനുമല്ല, അത് ഈ സമൂഹത്തിലെ അധികാരവർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഖുർആനിലെ പല ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന് പറയാം, യൂസുഫ് നബിയുടെ സംഭവവുമായി ചരിത്രവുമായി വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്ത്
ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ, ഷംസിനെയും കമറിനെയും റഅയ്തുഹും, ഞാൻ അവരെ കാണുന്നു എന്നാ പറഞ്ഞത്. ഞാൻ അവയെ, ഈ ആകാശത്ത് കാണുന്ന സൂര്യനും ചന്ദ്രനുമാണെങ്കിൽ ഭാഷ അറിയുന്ന പണ്ഡിതന്മാർക്കറിയാം റഅയ്തു ഹാന്നാ പറയാം, ഞാൻ അവയെ കാണുന്നു എന്നാ പറയാം. ഇത് ഞാൻ അവരെ കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ വർഗമായി നിലനിന്നിരുന്ന ഒരു സാറ്റലൈറ്റായിട്ട് വർത്തിച്ചിരുന്ന അവിടുത്തെ സൂര്യനും അയാളുടെ പിണിയാളായി നിന്നിരുന്ന അവിടുത്തെ ഖമറും, ഇവർക്ക് പറയാം ശംസുൽ ഉലമ ഖമറുൽ ഉലമ എന്നൊക്കെ ഇവർക്ക് പറയാം ആളുകളെ കുറിച്ച്, അള്ളാഹ്ക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതാണ് സുലൈമാൻ യൂസുഫ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് റഅയ്തു, ഞാൻ കാണുന്നു, ആരെ? ഹും, അവരെ. ആരാണീ അവര്? ആ ഷംസിനെയും കമറിനെയും ആ അഹദ അശറ കൗകബിനെയും ഞാൻ കാണുന്നു, അവരൊക്കെ മനുഷ്യരാണ് എന്നുള്ളത് റഅയ്തു ഹും എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് എന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും അചേതന വസ്തുക്കളല്ല. അങ്ങനെയാണെങ്കിൽ റഅയ്തുഹ എന്നാ പറയാം. അപ്പൊ ഞാൻ ഈ സുലൈപ്പിന് സഭയിലെ രാജ്ഞിയും അവളുടെ സമൂഹവും ചെയ്തിരുന്ന സുജൂദ് ചെയ്തിരുന്ന ആ ഷംസ് എന്ന് പറയുന്നത് ആകാശത്ത് കാണുന്ന ഷംസല്ല, ആ രാജ്യത്ത് ഒരു സൂര്യനായി ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതിയായ ആൾക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അതായത് അയാളുടെ കൽപ്പനകൾക്കാണ് അവർ വഴിപ്പെട്ട് ജീവിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അവർ വഴിപ്പെട്ട് ജീവിക്കേണ്ടിയിരുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. ഇപ്പൊ സുജൂദ് ഖുർആനിൽ വന്ന ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരായത്തുണ്ട്. അതാണ് വൈദ് ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വഅംനൻ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല വഅഹിദ്നാ ഇലാ ഇബ്രാഹിമ വഇസ്മാഈല അൻ തഹിറ ബൈതിയ ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇത് നമസ്കാരത്തിനുള്ള തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു വചനമാണ്. ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമസ്കാരത്തിലും മക്കത്ത് പോയി കഅബാലയത്തിലുമായി ചെയ്തു തീർക്കുന്ന കാര്യങ്ങളാണെന്നാണ് സാമ്പ്രദായിക മതക്കാർ പറയുന്നത്. ഇങ്ങനെ ദൈവിക വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇവരോട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ മുസല്ല എന്ന പദത്തിന് നമസ്കാര വേദി എന്നും, മഖാമ് എന്ന പദത്തിന് നമസ്കരിച്ച സ്ഥാനമെന്നും, മസാബത്ത് എന്നതിന് സമ്മേളിക്കുന്ന സ്ഥലമെന്നും, അൽ ബൈത്ത് എന്നതിന് കഅബ എന്നും, റുക്അൻ സുജ്ജദൻ എന്നുള്ളതിന് തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തുമെന്നും ഒക്കെയാണ് ഇവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇവിടെ അൽ ബൈത്ത് എന്ന പദം സാധാരണയായി സ്ഥാപനം, വീട്, വസതി എന്നീ അർത്ഥങ്ങൾക്കാണ് ഉപയോഗിച്ചു വരുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിന് പല പേരുകളും ഉപയോഗിച്ചിട്ടുണ്ട്. മാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളമെന്ന്. അതായത് മനുഷ്യന്റെ വിശ്വാസപരമായ, ധാർമ്മികമായ, ആത്മീയമായ സർവ്വവിധ മാലിന്യങ്ങളെയും കഴുകി വൃത്തിയാക്കാനുള്ള ഒരു വേദമാണ് ഖുർആൻ എന്നുള്ളത് കൊണ്ട് മാ എന്ന് ഖുർആനെ പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂർ എന്ന് ഖുർആനെ പറയാൻ അന്ധകാരങ്ങളിൽ നടക്കുന്ന മനുഷ്യന് വെളിച്ചം വിതറുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് നൂർ എന്ന് ഖുർആനെ കുറിച്ച് പറയാൻ കാരണം. യുക്തിഭദ്രമായ ഗ്രന്ഥമായതുകൊണ്ട് ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കപ്പെടുന്ന ഗ്രന്ഥമായതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവിക നിയമങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമായതുകൊണ്ട് കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് സന്തുലിതത്വം നൽകുന്ന നീതിയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയായതുകൊണ്ട് മീസാൻ എന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ തന്നെ മനുഷ്യന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും അഭയം തേടാനുള്ള ഒരു വീടാണ് ഈ ഖുർആൻ എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ അൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് വീട് എന്ന് ഇതിന് പറയാനുള്ള കാരണം. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞ ധനകാര്യ സ്ഥാപനമാണ്. ഭരണ സ്ഥാപനങ്ങൾക്കും താമസിക്കുന്ന സ്ഥലങ്ങൾക്കും ഈ ബൈത്ത് എന്ന് സാധാരണ ഉപയോഗിച്ച് വരാറുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും വിളംബരം ചെയ്യുന്ന വീടാണിത്. അതാണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് അത് പറയുന്നത്. അതാണ് ഇന്ന ഔവല ബൈത്തിൻ, ആദ്യത്തെ ഭവനം, ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി, മാനവരാശിക്ക് വേണ്ടിയിട്ട് സംവിധാനിക്കപ്പെട്ടത്. ഇവിടുത്തെ കഅബാലയം എന്ന് പറയുന്ന വീട് വുളിഅ ലിന്നാസി അല്ല, വുളിഅ ലിൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ മാനവരാശിക്ക് മുഴുവൻ മനുഷ്യർക്കും വന്ന് കയറാനുള്ള വീട് അത് ദൈവത്തിന്റെ വ്യവസ്ഥിതിയാണ്, ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന അവന്റെ ഗ്രന്ഥമാണ് ആ ബൈത്ത്. അതാണ് ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, ആ വീട്ടിൽ വ്യക്തമായ ദൈവിക വചനങ്ങളുണ്ട്. വ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ നിലപാടുകളുമുണ്ട്. ഇബ്രാഹിം നിന്ന് നിസ്കരിച്ച സ്ഥലം എന്നല്ല, ഇബ്രാഹിം തന്റെ ജീവിതത്തിൽ പാലിച്ച അദ്ദേഹത്തിന്റെ ഒരാളുടെ കാലടികൾ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അയാൾ നിന്ന് നിസ്കരിച്ച സ്ഥലമോ അയാൾ നടന്നുപോയ വഴികളോ അല്ല. നേരെ മറിച്ച് അയാളുടെ ജീവിതത്തിൽ സ്വീകരിച്ച മാർഗനിർദ്ദേശങ്ങളെയും അവരുടെ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളെയുമാണ് പിന്തുടരേണ്ടത്. അതാണ് അയാളുടെ കാലടി പിന്തുടരുക എന്ന് പറഞ്ഞാൽ.
ദൈവം എന്റെ വീട് എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് താമസിക്കുന്ന വീട് എന്നല്ല ഉദ്ദേശം. കാരണം ദൈവത്തിന് പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ വിശ്രമിക്കാൻ വീട് വേണമെന്നും ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. ഇവിടെ അൽ ബൈത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും വിളംബരം നടത്തുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന വീടിനെയാണ്. അതാണ് അവന്റെ വിശുദ്ധ ഖുർആനാണത്. അത് ജനങ്ങൾക്ക് അഭയം തേടാനുള്ളത് അവിടേക്കാണ്. ഏത് പ്രശ്നങ്ങൾക്കും ഇടയ്ക്കിടെ അവർക്ക് പരിഹാരം തേടിക്കൊണ്ട് ചെല്ലാനുള്ളതും ആ വീട്ടിലേക്കാണ്. ആ വീടിനെയാണ് മാനവരാശിക്ക് ആദ്യമായി സംവിധാനിച്ചത്. അതാണ് വുളിയ. അത് വളരെ ബലവത്തായതും, അതാണ് ബക്കത്ത്, വളരെ ബലവത്തായതും അനുഗ്രഹീതവുമായ, മുബാറക്കൻ എന്ന് പറഞ്ഞു, അനുഗ്രഹീതവുമായ ഭവനമാണ്. അതിൽ വ്യക്തമായ വചനങ്ങളും പ്രവാചകനായ ഇബ്രാഹിം തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകളുമുണ്ട്. അതുകൊണ്ട് അതിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ, അതായത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ എന്നല്ല, ഉന്നതമായ ആശയത്തിൽ പ്രവേശിച്ചാലേ ഒരാൾക്ക് സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ. ഭൂമിക്ക് എന്തൊക്കെ ദൗർബല്യങ്ങളും ബലഹീനതകളും ഭൂമിക്ക് വരുന്നുവോ ആ ബലഹീനതകളും ദൗർബല്യങ്ങളും ഒക്കെ അതിലുള്ള വസ്തുക്കൾക്കും കെട്ടിടങ്ങൾക്കും വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കെട്ടിടത്തിൽ പ്രവേശിച്ചാൽ നിർഭയമായി എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് വമൻ ദഖലഹു, ആ വീട്ടിൽ, ആ വീട് എന്ന് പറയുന്ന ഈ ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഈ വീട്ടിൽ ഒരാൾ പ്രവേശിച്ചാൽ കാന ആമിനൻ, അവന് സുരക്ഷിതത്വം ലഭിക്കും. അപ്പൊ ദൈവീക വചനങ്ങളുള്ള ആ ഭവനത്തിൽ എത്താൻ കഴിഞ്ഞവൻ അത് തന്റെ ജീവിതത്തിൽ സംരക്ഷിക്കുകയും അത് തന്റെ ജീവിതത്തിന്റെ ദൗത്യമായി ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളത് അവന് നിർബന്ധമാണ്. അതിനാരെങ്കിലും നിഷേധിച്ചാല് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു നഷ്ടവും വരാനില്ല. അതാണ് വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുന്നത്. ഈ ആശയം തന്നെയാണ് 3, 96, 97 വചനങ്ങളിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇത്രയും ഇതാണ് ആ ഭവനത്തെ കുറിച്ച് പറയാനുള്ളത്. അതാണ് ഇന്ന അവ്വല ബൈത്തിൻ. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. മാനവരാശിക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടിക്കൊണ്ട് അവർക്ക് പ്രവേശിക്കാനുള്ള സ്ഥാപനമാണ് ഈ ഖുർആൻ. അതൊരു കെട്ടിടമാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള വീടല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി എന്നാണ്. മറിച്ച് മാനവരാശിക്ക് മുഴുവൻ പ്രവേശിക്കാനും തങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം കണ്ടെത്താനുമുള്ള ഒരു വീടാണത്. ആ ഭവനത്തിലാണ് ഇബ്രാഹീമിന്റെ നിലപാടുകളുള്ളത്. ഇബ്രാഹിം തന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചതെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഈ അൽ ഖുർആനിലാണ് ഉള്ളത്. ഇവിടെ അമ്ന് എന്ന് ഒരു പദം വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട പദമാണ്. അതായത് അമ്ന് എന്നാൽ സമാധാനവും സലാമത്ത് എന്നാൽ സുരക്ഷിതത്വവും എന്നാണ് അർത്ഥം. അറബി ഭാഷാപ്രകാരം അമ്നൻ എന്ന പദം അൽ ബൈത്ത് എന്ന പദത്തിന്റെ, അതാണ് അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന പദമാണ്. ഈ അൽ ബൈത്ത് സാമ്പ്രദായിക മതക്കാർ പറയുന്ന വീടാവുക സാധ്യമല്ല. ഇവർ പറയുന്ന ഭവനത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഒരിക്കലും സമാധാനം കിട്ടുകയുമില്ല. ഭൂമിയുടേതായ എല്ലാ ബലഹീനതകളും അതിന് സംഭവിക്കും. ഉന്നതമായ ഒരു ആശയത്തിന് സമ്പൂർണമായ സുരക്ഷിതത്വം നൽകാൻ കഴിയൂ. ഭൗതികമായ എല്ലാത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം അവയൊക്കെ നശ്വരങ്ങളാണ്. ഉന്നതമായ ആശയങ്ങളാകട്ടെ അവയാണ് അനശ്വരങ്ങളായിട്ടുള്ളത്. ഒരു ഭൗതിക വസ്തുവിൽ പ്രവേശിച്ചതുകൊണ്ട് മഹത്വം ലഭിക്കുമെങ്കിൽ ഇവർ പറയുന്ന ഈ വീട്ടിനേക്കാൾ സുരക്ഷിതമായ സ്ഥലങ്ങൾ വേറെ എത്രയോ ലോകത്തുണ്ടെന്ന് നമുക്കറിയാം. ഖുർആൻ പറഞ്ഞ അൽ ബൈത്ത് ഒരു കേന്ദ്ര ബിന്ദുവാണ്. അതായത് എല്ലാ ദൈവിക കൽപ്പനകളുടെയും കേന്ദ്ര ബിന്ദുവാണത്. കാലാകാലങ്ങളിൽ മാനവരാശിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തേടിപ്പോകാനുള്ളത് ആ വീട്ടിലേക്കാണ്. അതാണ് ഖുർആൻ. ഈ മാർഗനിർദ്ദേശങ്ങളുടെ അകക്കാമ്പ് എന്ന് പറയുന്നത് ലോകത്തിന് അമ്ന്, സമാധാനം കൊടുക്കുക എന്നാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ മനുഷ്യർക്കിടയിൽ, മാനവരാശിക്കിടയിൽ സമാധാനവും സുരക്ഷിതത്വവും നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ഒരു കേന്ദ്രമാണ് ഈ വീട്. അതാണ് അൽ ഖുർആൻ. അല്ലെങ്കിൽ അത് സമാധാനം സ്ഥാപിക്കാനുള്ള സ്ഥാപനമാണ്. ഈ വചനത്തിലെ അടുത്ത കൽപ്പന പ്രവാചകനായ ഇബ്രാഹീമിന്റെ മഖാമിനെ മുസല്ലയായി സ്വീകരിക്കാനാണ്. പ്രവാചകനായ ഇബ്രാഹീമിനെ അള്ളാഹു ഒന്ന് പ്രത്യേകം ആദരിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ കൽപ്പന അദ്ദേഹം നിന്ന് നമസ്കരിച്ച സ്ഥലത്തെ ആ 2 കാലടികളെ നമസ്കാര സ്ഥലം, അതായത് മുസല്ലയാക്കൂ എന്നാണെന്നാണ് പാരമ്പര്യ വ്യാഖ്യാനം.
ഇവിടെ മഖാമും മുഖാമും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. മഖാം എന്ന് പറഞ്ഞാൽ, മുഖാമ് എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഖുർആനിൽ മഖാമ് എന്ന പദവും മുഖാമ് എന്ന പദവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മുഖാം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. എന്നാൽ മഖാം എന്ന് പറഞ്ഞാലോ, ആ മഖാം എന്ന് അകാരമിട്ടുകൊണ്ട് പറഞ്ഞാൽ പദവി, സ്ഥാനം, നിലപാട്, സ്റ്റാറ്റസ്, അയാളുടെ സ്റ്റാൻഡ്, അയാളുടെ പോസ്റ്റ് എന്നീ അർത്ഥങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ യേശുദാസ് ഉന്നതമായ പദവിയിലുള്ള ഒരു ഗായകനാണെന്ന് പറയാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഉന്നതമായ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. അയാളതൊക്കെ മഖാമിലിരുന്ന വ്യക്തിയാണെന്ന് പറയാം. അപ്പോൾ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാനുള്ള പദമാണെങ്കിൽ മുഖാമ് എന്ന് ഉകാരമിട്ടുകൊണ്ടും സ്ഥാനം, പദവി, നിലപാട് എന്നീ അർത്ഥങ്ങൾക്കാണെങ്കിൽ മഖാം എന്ന് അകാരമിട്ടുകൊണ്ടുമാണ് പറയേണ്ടത് എന്ന് വ്യക്തമാണ്. ഈ പറഞ്ഞ കാര്യം ഖുർആനികമായി എത്ര കണ്ട് ശരിയാണെന്ന് പരിശോധിച്ച് നോക്കാം. നരകത്തിന്റെ അവസ്ഥ വിവരിക്കുന്നിടത്ത് 25:66 അല്ലാഹു പറയുന്നത് കാണുക. സാഅത്ത് മുസ്തഖറം വമുഖാമ. 25:76 സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് കാണുക. ഹസനത്ത് മുസ്തഖറം വമുഖാമ. ഇവിടെ ആദ്യം പറഞ്ഞ വചനത്തിൽ നരകം എത്ര മോശമായ സ്ഥലമാണെന്നും 76-ാം വചനത്തിൽ സ്വർഗം എത്ര നല്ല സ്ഥലമാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ സ്ഥലം എന്ന അർത്ഥത്തിന് ഖുർആൻ ഉപയോഗിച്ചത് മുഖാം എന്ന പദമാണ്. മറ്റൊരായത്ത് കൂടി ഞാൻ ഉദ്ധരിക്കാം. യാ അഹ്ല യസ്രിബ, ഓ യസ്രിബക്കാരെ, ലാ മുഖാമ ലക്കും ഫർജിഉ, നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ തിരിഞ്ഞു പോവുക, നിങ്ങൾ മടങ്ങിപ്പോവുക, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോവുക. ഇത്രയും പറഞ്ഞതിൽ നിന്നെല്ലാം ഇത്രയും 2-3 സാഅത്ത് മുസ്തഖറം വമുഖാമ, ഹസനത്ത് മുസ്തഖറം വമുഖാമ, യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും, നിങ്ങൾക്ക് ഇവിടെ മുഖാമില്ല, ഫർജിഉ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോവൂ. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മുഖാം എന്നാണ് സ്ഥലം എന്നുള്ള അർത്ഥത്തിന്. മഖാം എന്നുള്ളത് ഒരാളുടെ പോസ്റ്റ്, പൊസിഷൻ, അയാളുടെ സ്റ്റാൻഡ്, ഇതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഖുർആനിൽ 17:79 പ്രവാചകനായ മുഹമ്മദ് നബിയോട് അള്ളാഹു ഒരുപാട് കൽപ്പനകൾ കൊടുത്ത ശേഷം അള്ളാഹു പറയുന്നത് കാണുക. അസാ അൻ യബ്അസകല്ലാഹു മഖാമൻ മഹ്മൂദ, ഒരു വേള നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുതിക്കപ്പെടുന്ന മഖാമൻ മഹ്മൂദ, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്ത് നിയോഗിച്ചേക്കും. ഇവിടെ മഖാം എന്നതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്ന മക്കയിലെ ഏതെങ്കിലും ഒരു സ്ഥലമല്ല, അദ്ദേഹം നിന്ന് നിസ്കരിച്ച ഏതെങ്കിലും ഒരു സ്ഥലം അദ്ദേഹത്തിന് കൊടുക്കുമെന്നല്ല, മറിച്ച് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളും പദവികളും അള്ളാഹു അദ്ദേഹത്തിന് നൽകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചുരുക്കത്തിൽ ഇബ്രാഹിം നബിക്ക് തന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ സ്ഥാനത്തെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും നാം ജീവിതത്തിൽ പിന്തുടരാനുള്ള ആശയമായി സ്വീകരിക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അതാണ് വത്തഖിദു, നിങ്ങൾ സ്വീകരിക്കണം, മിൻ മഖാമി ഇബ്രാഹിമിന്റെ നിലപാടുകളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെയും അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും നിങ്ങൾ സ്വീകരിക്കണം. എന്തിന്? മുസല്ല, നിങ്ങൾക്ക് സല്ല പിന്തുടരാനുള്ള, ഒട്ടിച്ചേർന്ന് ജീവിക്കാനുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള ദീനായിട്ട്, ആശയമായിട്ട് നിങ്ങൾ അതിനെ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം നിന്ന് നിസ്കരിച്ച 2 കാലടികൾ അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി നിങ്ങൾ സ്വീകരിക്കണമെന്നല്ല. മലയാളത്തിലും പറയാറുണ്ട്, ഒരാളുടെ കാലടി പിന്തുടരുക എന്ന് പറഞ്ഞാൽ അയാൾ നടന്നു പോയ വഴി കൂടി തന്നെ നടന്നു പോവുകയോ അയാൾ നിന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയി കുറച്ചു നേരം നിൽക്കുകയല്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ സ്വീകരിച്ച മൂല്യങ്ങൾ, അയാളുടെ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകൾ, അയാളുടെ ജീവിതത്തിൽ പാലിച്ച മര്യാദകൾ, അതൊക്കെ നാമും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ അദ്ദേഹത്തിന്റെ കാലടികൾ നമസ്കാര സ്ഥലമാക്കാനല്ല. അതുതന്നെയല്ലേ ശിവന്റെ കാലടികൾ തേടി തീർത്ഥാടനം പോകുന്ന നമ്മുടെ സഹോദരങ്ങളായ അമുസ്ലിങ്ങളും ചെയ്യുന്നത്. അത് തന്നെയാണ് ഓരോ പ്രവാചകന്റെ, ഓരോ സമൂഹത്തിലെ ആളുകളും ചെയ്യുന്നത് ഇതേ തെറ്റ് തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ ഈ പദവിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സൂറത്ത് അൽ ബഖറയിൽ 124-ാം വചനത്തിൽ അദ്ദേഹത്തെ ജനങ്ങൾക്ക് നേതാവാക്കി, ഇമാമാക്കി എന്ന് അള്ളാഹു പറഞ്ഞത്. ജൂതരോ ക്രിസ്ത്യാനികളോ ആയിത്തീരാൻ ജനങ്ങൾ പറഞ്ഞപ്പോൾ ദൈവിക കൽപ്പനകളിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത ഇബ്രാഹിമിന്റെ മാർഗം പിന്തുടരാനാണ് അള്ളാഹു കൽപ്പിച്ചത്. ഇബ്രാഹിമിന്റെ ആശയങ്ങളെ പിന്തുടരാൻ വിശ്വാസികളോട് മാത്രമല്ല, മുഹമ്മദ് നബിയോട് വരെ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ഈ വചനത്തിലും ഇബ്രാഹിം നബിയുടെ നിലപാടുകളുടെ പിറകെ പോകാനും അദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടരാനും ആണ് കൽപ്പിക്കുന്നത്. ഈ വചനത്തിന്റെ 2-ാം ഭാഗത്ത് ചർച്ച ചെയ്യുന്ന പദങ്ങൾ കൂടി ഒന്ന് ചെറിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. അതിലെ 1 തഹറ, 2 ത്വായിഫീൻ, 3 ആക്കിഫീൻ, പിന്നെ റുക്ക,
വസ്സുജൂദ് എന്നീ പദങ്ങളാണ്. ഇവിടെ റുക്അ സുജൂദ് എന്ന പദം എടുത്തുകൊണ്ടാണ് സാമ്പ്രദായിക മതക്കാർ നമസ്കാരം കണ്ടുപിടിച്ചിരിക്കുന്നത്. ത്വഹറ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അഴുക്കിൽ നിന്ന് ശുദ്ധിയാവുക എന്നാണ്. എന്നാൽ ഇവിടെ കുളിച്ച് വൃത്തിയാക്കേണ്ടതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പള്ളി കഴുകി വൃത്തിയാക്കേണ്ടതിനെ കുറിച്ചോ അമ്പലങ്ങൾ കഴുകി വൃത്തിയാക്കേണ്ടതിനെ കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ദൈവിക കൽപ്പനകളിൽ മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ കലർത്താതെ സൂക്ഷിക്കുകയും അതിനെ ശുദ്ധിയാക്കി വെക്കുകയും ചെയ്യുക എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. അല്ലാതെ നമ്മൾ തുണികുപ്പായം നമ്മൾ അലക്കി വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി കഴുകി വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ അമ്പലങ്ങൾ കഴുകി വൃത്തിയാക്കുകയോ ചെയ്യുന്ന ആ ശുദ്ധിയാക്കലല്ല. മറിച്ച് മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ ദൈവത്തിന്റെ ആശയങ്ങളുമായി കൂട്ടിക്കലർത്തി ഇതിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഇതിനെ പരിശുദ്ധമാക്കി വെക്കാനാണ്. ഖുർആൻ പറയുന്ന ശുദ്ധിയൊക്കെ ആത്മീയമായ ശുദ്ധിയാണ്, ശാരീരികമായ ശുദ്ധിയല്ല. ശാരീരികമായ ശുദ്ധിയാണെങ്കിൽ ശുദ്ധിയുള്ളവരെ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ സ്പ്രേ അടിച്ച് സെന്റും പൂശി നടക്കുന്ന ആളുകളെ മാത്രമേ പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. പാടത്ത് പണിയെടുക്കുന്ന, വയലുകളിൽ ജോലിയെടുക്കുന്ന, വർക്ക്ഷോപ്പുകളിൽ ജോലിയെടുക്കുന്ന, തോട്ടിപ്പണിയെടുക്കുന്ന ആളുകളെന്നും അള്ളാഹുവിന് പിന്നെ ഇഷ്ടമുണ്ടാവൂല. അവരെത്ര നല്ല വിശ്വാസികളായാലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാൻ കഴിയില്ല ഇവർ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ. അപ്പൊ ശുദ്ധി ത്വഹറ ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനിർമ്മിത ആശയങ്ങളിൽ നിന്നും പുറത്തു വന്ന് അള്ളാഹുവിന്റെ ആശയങ്ങളെ മാത്രം അംഗീകരിച്ച് ജീവിക്കുക, അതാണ് ശുദ്ധീകരണം. അതിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഭൗതിക ലോകത്തെ അഴുക്കുകൾ ശുദ്ധിയാക്കുന്നത് നല്ലതല്ല എന്നല്ല പറയുന്നത്, അത് നല്ലതാണെങ്കിലും ഇവിടുത്തെ ശുദ്ധിയെ കുറിച്ച് പറയുന്നത് ആത്മീയ രംഗത്തെ, ആത്മീയ ജീവിതത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ത്വഹറ എന്ന് പറയുന്നത് ഒരു വീട് വൃത്തിയാക്കുന്നതിനെ കുറിച്ചല്ല. പിന്നെ രണ്ടാമത്തെ വചനമാണ് ത്വായിഫീൻ എന്നുള്ളത്. ത്വായിഫ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് ത്വായിഫീൻ എന്നുള്ളത്. ഈ ത്വായിഫ് എന്ന പദം വന്നത് തവാഫ എന്ന ക്രിയയുടെ ഇസ്മുൽ ഫായില് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീണ്ടും വീണ്ടും സന്ദർശിക്കുക, ഇടയ്ക്കിടെ പോവുക, ഒരാളുമായി ബന്ധപ്പെട്ട് കഴിയുക, ഇതിനൊക്കെയാണ് ഖുർആനിൽ തവാഫൂന ത്വായിഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഈ പദം അതിനാണ് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു കെട്ടിടത്തെ വലയം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടില്ല. ഇടയ്ക്കിടെ ഒരു സംഗതി തേടിക്കൊണ്ട് ഇടയ്ക്കിടെ പോവുകയും അവിടെ നിന്ന് വരികയും ചെയ്യുക എന്ന അർത്ഥത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ആയത്ത് ഒന്ന് പരിശോധിക്കുക. അവിടെ ഇടയ്ക്കിടെ അവർ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങൾ തേടി പോവുകയും ആ വിജ്ഞാനം പഠിച്ച് മനസ്സിലാക്കി 922 പറയുന്നതാണ്. ആ വിജ്ഞാനം ഇടയ്ക്കിടെ വിജ്ഞാനങ്ങൾ തേടിപ്പോവുകയും അത് പഠിച്ചു മനസ്സിലാക്കി തന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു വന്ന് ആ സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ത്വായിഫത്ത് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 922 പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആളുകളുമായി ചുറ്റി ബന്ധപ്പെട്ട് അവരുമായി വിടാതെ പിന്തുടർന്ന് കഴിയുക എന്നുള്ള അർത്ഥത്തിലും ഈ തവാഫൂന എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ലൈസ അലൈക്കും ജുനാഹുൻ വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുന്ന തവാഫൂന അലൈക്കും എന്ന് സൂറത്ത് നൂറിൽ അല്ലാഹു പറയുന്നത്. അവിടെയും ഈ കുട്ടികൾ കുട്ടികൾ ഇവരെങ്ങനെ ഈ രക്ഷിതാക്കളെയോ ഈ മുതിർന്നവരെയോ ഇങ്ങനെ വലയം വയ്ക്കുകയല്ല, അവരെങ്ങനെ പ്രദക്ഷിണം ചെയ്യല്ല, അവരുമായി ഏത് സമയത്തും ബന്ധപ്പെട്ട് വിടാതെ അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ തായിഫ് എന്ന് പറയുന്നതും ഒരു കെട്ടിടത്തെ വലയം ചെയ്യലോ പ്രദക്ഷിണം ചെയ്യലോ അല്ല, ആ ഇടയ്ക്കിടെ വന്നു പോവുകയും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കഴിയുകയും ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. 18 ഇത് 52, 24, 56, 18, 76, 19 എന്നീ വചനങ്ങൾ എന്റെ സഹോദരങ്ങളൊന്ന് പരിശോധിക്കുക. ചുരുക്കത്തിൽ ഞാനിവിടെ പറയുന്നത് മാനവരാശിക്ക് അഭയം തേടാനുള്ള ഈ ദൈവിക സ്ഥാപനത്തെ അഥവാ അധ്യാപനങ്ങളെ അവൻ തന്റെ ദീൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും ദൈവിക കൽപ്പനകളോട് വ്യക്തമായ നിലപാടെടുക്കുന്നവർക്കും മനക്കരുത്തോടും കൂടി ദൈവിക കൽപ്പനകളെ മാത്രം മുറുകെ പിടിക്കുന്നവർക്കും ഈ മൂല്യങ്ങളെയും കൽപ്പനകളെയും മാത്രം ആശയങ്ങളെയും അംഗീകരിക്കുകയും അവക്ക് തങ്ങളുടെ ജീവിതം സർവാത്മന, അതാണ് റുക്അൻ സുജ്ജദൻ, ഈ ദൈവിക ആശയങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തെ സർവാത്മന സമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഇതിൽ മറ്റൊന്നിനെയും, ഈ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ ദൈവിക ആശയത്തിൽ ഈ ഖുർആനിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ മറ്റൊന്നിനെയും കൂട്ടിക്കലർത്താതെ ഇതിനെ ശുദ്ധീകരിച്ച് വെക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അല്ലാതെ ഒരു വീടിനെ വലയം ചെയ്യാനോ അത് കഴുകി വൃത്തിയാക്കാനോ അവിടെ ഇടക്കിടക്ക് പോയി വരാനോ അല്ല. നമുക്ക് ഇടയ്ക്കിടെ പോയി വരാനുള്ളതും നമുക്ക് ബന്ധപ്പെടാനുള്ളതും നമുക്ക്
വിജ്ഞാനം തേടി ഇടയ്ക്കിടെ പോകാനുള്ളതും നമുക്ക് സംരക്ഷിച്ച് നിർത്താനുള്ളതും നാം നമ്മുടെ ജീവിതത്തിൽ സർവാത്മന നമുക്ക് സമർപ്പിക്കാനുമുള്ളതുമായ ഈ വീട് അത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയ സംശയങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഖറ എന്ന് പറഞ്ഞാൽ നിലത്തേക്ക് വീഴലല്ലേ എന്ന് ചില ആളുകൾ സംശയം ഉന്നയിക്കാറുണ്ട്. ഖറ എന്ന് പറഞ്ഞാൽ വിനയത്തെയും താഴ്മയെയും സൂചിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. 38:24 ഖറ റാക്കിഅൻ വഅനാബ, അവർ റുക്കൂയിലേക്ക് ഖറ എന്ന് പറഞ്ഞാൽ റുക്കൂയിലേക്ക് വീഴല്ല. ഇവർ പറയുന്ന ഖറ എന്ന് പറഞ്ഞാൽ നിലത്തേക്ക് വീഴണമെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഖറ റാക്കിഅൻ റുക്കൂയിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ അത് നിലത്തോട്ടാണോ? അപ്പൊ ഈ ആയത്തിന് എന്ത് ചെയ്തു? ഈ 38:24 എന്ന് പറയുന്ന വചനത്തെ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ആ റുക്കോയിന് സുജൂദ് എന്നാണ് അർത്ഥം എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. അപ്പൊ ഖറ എന്നുള്ളത് നിലത്തേക്ക് വീഴലാക്കുകയും ചെയ്തു. അപ്പൊ ഖറ റാക്കിയാൻ റുക്കോയിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ നിലത്തേക്ക് അല്ലല്ലോ വീഴലെന്ന് വന്നപ്പോ ചില മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് എന്ത് ചെയ്തു? ഇവിടുത്തെ റുക്കോയിന് സുജൂദ് എന്നാണ് അർത്ഥം എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ വീഴലല്ല, അത് തന്റെ താഴ്മയെയും ഖുറൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചങ്കിൽ എന്നുള്ള, അതായത് വിനയത്തെയും താഴ്മയെയും സൂചിപ്പിക്കാനുള്ള പദമാണത്. അത് ഒരു ആയത്തുകൂടി ഞാൻ തെളിവ് ഉദ്ധരിക്കാം. വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ അവരോട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ ലം യഖിറു അലൈഹ, അതിലേക്ക് അവർ വീഴില്ല. ആയത്തിലേക്ക് എങ്ങനെ വീഴുക? സുമ്മം വഉമ്യാന, അന്ധരും ബധിരമായിട്ട്, അന്ധരായിട്ടും ചെവിടുപൊട്ടവരായിട്ടും പൊട്ടിയവരായിട്ടും അവർ വീഴൂല എന്ന് പറഞ്ഞാൽ ആയത്തുമേൽക്കങ്ങോട്ട് വീഴൂല എന്നല്ല. ആ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവരെ അനുസരിക്കുകയില്ല എന്നാണ്. അതാണ് ലം യഖിറു. അതാണ് അതിന് താഴ്മയും അതിന് വിനയം കാണിക്കുകയും ആ വിനയം കാണിച്ചുകൊണ്ട് ആ വചനങ്ങളിലേക്ക് അവർ അനുസരിക്കുകയും ചെയ്യുകയില്ല. എങ്ങനെ? കേൾക്കുമ്പോഴത്തിനാണ് അനുസരിക്കൂല. അതാണ് സുമ്മം വഉമ്യാനാണ്. അന്ധരും ബധിരരുമായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവരും ചെവിട് കേൾക്കാത്ത നേരെ അത് കേൾക്കും. എന്താണ് ആ പറഞ്ഞത്, എന്താണ് അള്ളാഹു ആ പറഞ്ഞത് എന്ന് വ്യക്തമായി കേട്ടു. എന്താണ് അള്ളാഹു പറഞ്ഞത് എന്ന് വ്യക്തമായി അവൻ കാണും എന്ന് നേരെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ, അല്ലാതെ പറയുമ്പോഴത്തിന് അള്ളയാണ് പറഞ്ഞിട്ടുള്ളത് പറയുമ്പോഴത്തിന് വീഴൂല. അതാണ് ലം യഖിറു അലൈഹ സുമ്മം വഉമ്യാന. ഇവിടെ പറഞ്ഞ ഹറക്ക് നിലത്തേക്ക് വീഴലല്ല എന്നുള്ളത് വ്യക്തമാക്കാനാണ് ഞാൻ ഈ 2 ആയത്തുകൾ ഓതിയത്. എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾക്ക് അവർ വഴിപ്പെടുകയില്ല എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോ അത് ആയത്തുകളിലേക്ക്, ആയത്തിന്റെ പുറത്തേക്ക് വീഴല്ല. എന്റെ വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ കൊണ്ട് അവരെ ഉത്ബോധനം നടത്തപ്പെട്ടാൽ ലം യഖിറു, അവർ വീഴുകയില്ല എന്ന് പറഞ്ഞാൽ അവർ അനുസരിക്കുകയോ താഴ്മ കാണിക്കുകയോ അതിനോട് വിനയം കാണിക്കുകയോ ചെയ്യുകയില്ല. എങ്ങനെ? സുമ്മൻ, ചെവിട് കേൾക്കാത്തവരായിക്കൊണ്ട്, വഉമ്യാനൻ, അന്ധരായിക്കൊണ്ടും വീഴൂല. അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി എന്തൊക്കെയാണ് ആ പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ രൂപത്തിലാണ് അള്ളാഹുവിനെ അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടേ അവരനുസരിക്കുകയുള്ളൂ. അപ്പൊ സുജൂദ് നെറ്റി നിലത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്നാക്കി തീർക്കാൻ ഇവർ പല കളിയും കളിച്ചിട്ടുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്തു? സുജൂദിനെ മാനവീയായ സുജൂദ്, ആശയപരമായ സുജൂദ് എന്നും അതുപോലെ തന്നെ മാദ്ദിയായ സുജൂദ്, പദാർത്ഥപരമായ സുജൂദ് എന്ന് വേർതിരിച്ചിട്ടുണ്ട്. 2 സുജൂദുണ്ട്. ചിലവര് ഹർക്കിയായ സുജൂദ്, തഅലീമിയായ സുജൂദ്, തഅബ്ബുദിയായ സുജൂദ്, അങ്ങനെയൊക്കെ സുജൂദിനെ വേർതിരിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന സുജൂദ് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. തഅബ്ബുദിയായ സുജൂദ്, ആരാധനക്ക് വേണ്ടിയിട്ടുള്ള സുജൂദ്, തഅലീമിയായ സുജൂദ്, അങ്ങനെ ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഹർക്കിയായ സുജൂദ്, മാദ്ദിയായ സുജൂദ്, മാനവിയായ സുജൂദ്, ഇങ്ങനെയൊക്കെ സുജൂദിനെ തരംതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെന്താണ്? എങ്ങനെയെങ്കിലും ഈ നെറ്റി തറയിൽ വെക്കുന്ന ഈ സുജൂദ് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇത്രയും വിശദീകരിച്ചത് ഖുർആനിൽ എവിടെയെങ്കിലും ഈ നെറ്റി തറയിൽ മുട്ടിക്കുക എന്ന് പറയുന്ന സുജൂദ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്റെ സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കാൻ. അറബികളിലും ആ പദം നിലനിന്നിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ ജിബ്രീൽ പഠിപ്പിക്കേണ്ടി വന്നത്. അറബികളിൽ ഈ സുജൂദിന് നിലത്ത് തല മുട്ടിക്കുക എന്ന അർത്ഥമുണ്ടെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ നബിക്ക് ആദ്യത്തെ ആയത്തിൽ തന്നെ അർത്ഥം മനസ്സിലാവുമല്ലോ. നബിക്ക് ഈ അർത്ഥം മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് ജിബ്രീൽ മിറാജിന്റെ പിറ്റേ ദിവസം ഭൂമിയിലേക്ക് വന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഹദീസ് ഉണ്ടാക്കിയത്. അറബികളിൽ ഇതുണ്ടായിരുന്നില്ല എന്നുള്ളതിന് അവിടുത്തെ ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ എന്ന് പറയുന്ന കവിതകളിൽ ഇവർ പറയുന്നുണ്ട്. ഒരു കവിത ഞാൻ കേൾപ്പിക്കാം. ഇദാ ബലഗൽ ഫിതാമലനാ സബിയു തഖിറു ലഹുൽ ജബാബിറു സാജിദീന, ഞങ്ങളിൽ ഒരു കുട്ടി മുലകുടി പ്രായമെത്തിയാൽ മറ്റു ഗോത്രങ്ങളിലെ സ്വേച്ഛാധിപതികളായ ആളുകളൊക്കെ ആ മുലകുടി പ്രായത്തിലെത്തിയ ഞങ്ങളുടെ കുട്ടിയുടെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുന്നു പറഞ്ഞാൽ തലകുനിച്ച് നിൽക്കുന്നല്ല അതിന്റെ അർത്ഥം. അവർ കുമ്പിട്ട് നെറ്റി തറയിൽ വെച്ച് നിൽക്കുന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഞങ്ങളിലെ ഈ കുട്ടിക്ക് വരെ ഈ പ്രദേശത്തിലെ എല്ലാ ജബ്ബാറുകളും അനുസരിച്ച് കഴിയുമെന്നുള്ളതാണെന്ന് ഈ കവിത വിശദീകരിക്കുന്ന എല്ലാവരും
ആരാധ്യന്മാർ. അപ്പൊ അറബി കവിതകളിലും ഈ ഖുർആൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാഹിത്യങ്ങളിലൊക്കെ സുജൂദിന് ഇങ്ങനെ ഒരു അർത്ഥമുള്ളതായിട്ട് അറിയില്ല. പിന്നെ നിലത്ത് തലമുട്ടിക്കുന്നതിന് എന്താ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? മുകിബ്ബൻ അലാ വജ്ഹിഹി എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒരായത്ത് ഞാൻ കേൾപ്പിക്കാം. വഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, അപ്പോൾ മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ അഹ്ദാ ഏറ്റവും സന്മാർഗി, അമ്മ യംശി സവിയൻ അലാ സിറാത്തി മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലൂടെ നേരെ ചൊവ്വയെ നടക്കുന്നവനാണോ ഏറ്റവും ചൊവ്വായ മാർഗത്തിൽ നടക്കുന്നവൻ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോ നിലത്ത് നെറ്റി തലയിൽ മുഖം നിലത്ത് കുത്തുക എന്നുള്ളതിന് മുകിബ്ബൻ അലാ വജ്ഹിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരായത്തിൽ കൂടി ഫകുബ്കിബു ഫീഹാ വഹും ആവൂൻ 26:94 ഫകുബ്കിബു, അവര് മുഖം കുത്തി വീഴും, തുടർന്ന് അവരും ആരാധ്യന്മാർ ആ ദുർമാർഗികളും അതിൽ, അതായത് ആ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്. അപ്പൊ മുഖം കുത്തി വീഴുക എന്നുള്ളതിന് മുകിബ്ബൻ അലാ വജ്ഹിഹി എന്നും കുബ്കിബു എന്നുമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവസാനത്തെ ഒരായത്ത് കൂടി ഖുർആനിലെ സുജൂദ് വന്ന അവസാനത്തെ ഒരായത്താണ് കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്ന് പറഞ്ഞത്. ഈ ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കല്ലാ ലാ തുതിഉഹു, നീ അവനെ അനുസരിക്കണ്ട. അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് അതിനെ തള്ളിക്കളഞ്ഞ് നടക്കുന്ന ആളിനെ അല്ല നീ അനുസരിക്കേണ്ടത്, മറിച്ച് വസ്ജുദ് വഖ്തരിബ്, നീ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് അവന്റെ സാമീപ്യം നേടുക. നെറ്റി തറയിൽ മുട്ടിച്ചുകൊണ്ട് ദൈവ സാമീപ്യം നേടുക എന്നാണോ? അതല്ല, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കും ആജ്ഞകൾക്കും സർവാത്മന സമർപ്പിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാമീപ്യം നേടുക എന്നാണോ ഏറ്റവും നല്ല അർത്ഥം എന്നുള്ളത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വിധി പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നെറ്റി നിലത്ത് മുട്ടിച്ചുകൊണ്ട്, വസ്തുത എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന അർത്ഥതാണ്, നെറ്റി നിലത്ത് മുട്ടിച്ചുകൊണ്ട് നീ ദൈവ സാമീപ്യം നേടുക. അതാണോ വസ്തുത? നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കും കൽപ്പനകൾക്കും ആജ്ഞകൾക്കും അതിനെ പഠിച്ച് മനസ്സിലാക്കി സർവാത്മന അവക്ക് ആ കൽപ്പനകൾക്ക് അനുസരിക്കുക മുഖേന അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ ദൈവ സാമീപ്യം നേടുക എന്നാണോ ഏറ്റവും അനുയോജ്യമായ അർത്ഥം? ജീവിതത്തെ മാറ്റിമറിക്കാനും ജീവിതത്തെ ഒരു നല്ല ജീവിതമാക്കി മാറ്റിമറിച്ച് ഒരു നല്ല മനുഷ്യനാക്കി അവനെ മാറ്റിമറിക്കാൻ പറ്റുന്ന കൽപ്പന ഏതാണെന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വിശ്വാസികൾ തായിബീങ്ങളായ ആബിദീങ്ങളായ ഹാമിദീങ്ങളായ സായിഹീങ്ങളായ റാക്കിഊൻ ആയ സാജിദൂനായ അൽആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി എന്ന് പറയുന്ന ഈ സ്വഭാവ വിശേഷണങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിശ്വാസികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന സർവാത്മന സമർപ്പിക്കുന്ന വിശ്വാസികളായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. ഈ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ തർക്കിച്ച് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസലിൻ, എല്ലാ ഉപമയിൽ നിന്നും മാനവരാശിക്ക് ഈ ഖുർആനിൽ ഞാൻ എല്ലാം വിവിധ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ വകാനൽ ഇൻസാനു, പക്ഷേ മനുഷ്യൻ അക്സറ ശൈഇൻ ജദല, അധിക കാര്യത്തിലും അധികമായി അവൻ തർക്കിക്കാൻ നിൽക്കുകയാണ്. ഖുർആനിൽ അതില്ല, ഖുർആനിൽ ഇതില്ല, ഖുർആനിൽ നിന്ന് അത് കിട്ടൂല, ഖുർആനിൽ നിന്ന് ഇത് കിട്ടൂല, സുജൂദ് കിട്ടൂല, റുക്കൂ കിട്ടൂല, എങ്ങനെ കുമ്പണ്ടെന്ന് കിട്ടൂല, എങ്ങനെ നിലത്ത് തല കുത്തേണ്ടത് എന്ന് കിട്ടൂല. ഇങ്ങനെ തർക്കിച്ച് ഈ ഖുർആനിൽ നിന്ന് മനുഷ്യൻ അകന്നു പോവുകയാണ്. വലഖദ് സറഫ്ന, ഞാൻ വിവിധ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് ഫീ ഹാദൽ ഖുർആനി, ഈ ഖുർആനിൽ ലിന്നാസി മാനവരാശിക്ക് വേണ്ടി മിൻകുല്ലി മസലിൻ, എല്ലാ ഉപമകളും എല്ലാവിധ ഉപമകളും ഞാൻ ഇതിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സൂറത്ത് അൽ കഹ്ഫ് 54-ാം വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിനെ സമ്പൂർണമാണെന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ ഉപമകളും കാര്യങ്ങളും ഇതിൽ പൂർണ്ണമായിട്ടും വിശദീകരിച്ചിട്ടുണ്ടെന്നും നാം അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് അവസാനമായി എൻ്റെ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും ഞാൻ ഉപദേശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.